നമസ്കാരം. ഹാൻ ഷൂ വിക്ടർ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നതും മാർക്ക് ഫെല്ലർ അവിടെയുള്ള ആ കൂട് ഉപേക്ഷിച്ചിട്ട് അതിവേഗം പുറത്തേക്ക് കടന്നു. മാർക്കിന്റെ വാനിലേക്ക് കയറി അധികം സമയം കഴിയുമ്പോൾ ന്യൂ സ്ഥലത്ത് നിന്ന് കാൻ സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങി. മാർക്ക് ഫെല്ലർ ആ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിയുന്ന ആ നിമിഷം മുതൽ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ശരിക്കും ആ ലൈബ്രറിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ ഒരു വലിയ പോസ്റ്റായി രൂപം മാറുകയാണ്. ആ പോസ്റ്റുകളിലെ വിഷയം പ്രധാനമായും ഒറ്റ കാര്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ക്യൂഷന്റെ മരണമല്ല അവിടുത്തെ വിഷയം ക്യൂഷൻ പറഞ്ഞ കാര്യമാണ്. ക്യൂഷൻ പബ്ലിക്കായി ഒരു കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. ഈ പൈറോയിൽ സകല മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും പ്രാക്ടീസ് ചെയ്യാനും കൾട്ടിവേറ്റ് ചെയ്യാനുമായ എല്ലാ റിസോഴ്സസും ഉണ്ട്. പക്ഷെ ആ റിസോഴ്സസ് പൂർണ്ണമായും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപൂർവങ്ങളായ ചെടികൾ, അപൂർവങ്ങളായ മിനറൽസ്, അപൂർവങ്ങളായ കൾട്ടിവേഷൻ ടെക്നിക്കുകൾ, അതുപോലെ എനർജി സോഴ്സുകൾ, ഇതെല്ലാം ഈ പൈറോയിൽ പലയിടത്തുമുണ്ട്. പക്ഷെ അതൊക്കെയും സർക്കാരിനെ പോലും അറിയിക്കാതെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു തവണ സർക്കാർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനോട് റിസോഴ്സസ് സകല മാർഷൽ ആർട്ടിസ്റ്റുകളുമായി പങ്കുവെക്കണമെന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ആ നിർദ്ദേശം നിലവിലിരിക്കുമ്പോൾ വെറും 1% റിസോഴ്സസ് മാത്രമാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഇപ്പോൾ ആളുകളുമായി പങ്കുവയ്ക്കുന്നത്. ആ കാര്യവും പ്രസിഡന്റ് ക്യൂഷനൻ ആ ലൈവ് ടെലികാസ്റ്റിനിടയിൽ ആളുകളോട് പറഞ്ഞിരുന്നു. സകല ആളുകളും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ശരിക്കും മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് അത് മാത്രമായി ചർച്ച. ഈ പൈറോയിലെ സ്വത്തെന്ന് പറയുന്നത് പൈറോയിലെ ജനങ്ങളുടെ സ്വത്താണ്. ആ സ്വത്ത് പൂർണ്ണമായി ഒരു ഓർഗനൈസേഷന്റെ കൈപ്പിടിയിൽ എങ്ങനെ വന്നു? അതാണ് ആളുകളൊക്കെ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ചോദ്യങ്ങൾ വൻ തോതിലുള്ള ഒരു എതിർപ്പ് ആ ഫോറത്തിനകത്ത് ഉണ്ടാക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനോട് അടുപ്പമുണ്ടായിരുന്ന ആളുകൾ പോലും ശക്തമായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഈ പ്രഭു കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. പിരമിഡിന്റെ ആകൃതിയിലാണല്ലോ എപ്പോഴും സമൂഹം. അടിത്തട്ടിലാണ് ആള് കൂടുതലുള്ളത്. അവരാ സാധാരണ ആളുകൾ. പിരമിഡിന്റെ ഏറ്റവും മുകളിലാണ് ഈ പ്രഭു കുടുംബത്തിലെ ആളുകളുള്ളത്. അവർ വളരെ കുറവാണ്. അവരെങ്ങനെയൊക്കെ കമന്റ് ചെയ്താലും താഴ്ന്നുള്ള ആളുകളുടെ കമന്റുകൾ സ്വാഭാവികമായി കൂടി നിൽക്കും. ഒരു വൻ പ്രക്ഷോഭത്തിന്റെ രൂപത്തിലേക്ക് പ്രസിഡന്റ് ക്യൂഷനിന്റെ ആ പ്രഭാഷണം മാറുന്ന ആ കാഴ്ച കണ്ടതും വൈസ് പ്രസിഡന്റ് ഷിയ ഹാങ്റയ്ക്ക് ഒരു മെയിൽ ലഭിച്ചു. ആ മെയില് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ഷിയ ഹാങ്ങിനെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നു എന്നാണ് ആ മെയിൽ സൂചിപ്പിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഹയർ അതോറിറ്റീസ് ആണ് ആ മെയിൽ അയച്ചിരിക്കുന്നത്. ആ മെയിലിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഷിയ ഹാങ്ങിന് ക്യൂഷന് ഉണ്ടായിരുന്നതിനേക്കാൾ അധികാരമുണ്ടാവും. എന്ത് കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാനും ചെയ്യാനുമുള്ള അധികാരം ഷിയ ഹാങ്ങിനുണ്ടാവും. അടുത്ത കുറെ നാളത്തേക്ക് സകല തീരുമാനങ്ങളും എടുക്കേണ്ടത് ഷിയ ഹാങ് ആണ്. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഷിയ ഹാങ് ഹയറപ്സിനെ ബന്ധപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇതുവരെ ഷിയ ഹാങ്ങിന് പരിചയമില്ലാത്ത ശൈലിയിലാണ് ആ മെയിൽ വന്നിരിക്കുന്നത്. ആ മെയിൽ വായിച്ച ഷിയ ഹാങ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് പറയാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരമാണ് ഇപ്പോൾ ഷിയ ഹാങ്ങിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷിയ ഹാങ്ങിന് മുകളിലുള്ള ആ ഹയറപ്സ് ശരിക്കും മുങ്ങിയതാണ്. മാർഷൽ ആർട്സ് ഫോറത്തിലെ ചർച്ച അവരും കാണുന്നുണ്ട്. ആ ചർച്ച സ്വാഭാവികമായും ഗവൺമെന്റ് ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെട്ടാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരുടെ അസ്തിത്വം ശരിക്കും ഇതുവരെ രഹസ്യമായിരുന്നു. ജിങ്ദുവിലെ ആ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പുറകിൽ ആ 8 പേരും ഉണ്ടെന്നുള്ള കാര്യം സാധാരണ ജനത്തിന് അറിവുള്ള കാര്യമേ ആയിരുന്നില്ല. ഇപ്പോ ക്യൂഷന്റെ ആ പ്രകടനം വഴി അക്കാര്യം ഇപ്പോൾ പബ്ലിക് ആയിരിക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ക്യൂഷനൻ യഥാർത്ഥത്തിൽ ഒരു പാവയായിരുന്നു. ആരൊക്കെയോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് നടപടി എടുക്കുകയും ചെയ്യുന്ന വെറും ഒരു പാവ. ഒരു അധികാരവും യഥാർത്ഥത്തിൽ ക്യൂഷന് ഉണ്ടായിരുന്നില്ല. ആ ക്യൂഷനെ നിയന്ത്രിച്ചിരുന്നത് 8 പേരുള്ള ഒരു കമ്മിറ്റിയാണ്. ആ 8 പേരെ കുറിച്ച് ആദ്യമായിട്ടാണ് പൈറോയിലെ ജനങ്ങളും സർക്കാരും പോലും അറിയുന്നത്. സർക്കാർ അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ ആ 8 അംഗ ടീമിന് അറിയാം. സർക്കാർ ഏജൻസികൾ വെച്ചോ അല്ലാത്ത ശൈലിയിലോ സ്വാഭാവികമായും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ഒരു ഇടപെടൽ നടത്തുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ സകല അധികാരവും ഷിയ ഹാങ്ങിനെ കൈമാറിയിട്ട്
തൽക്കാലം രംഗത്തുനിന്ന് മാറിയത്. ഷിയ ഹാങ്ങിന് യഥാർത്ഥത്തിൽ അവൻ ഇത്രയും അധികാരം കിട്ടിയതിൻ്റെ അടിസ്ഥാനം ശരിക്കും കൊണ്ട് മനസ്സിലായിരുന്നില്ല. എന്തായിരിക്കാം മുഴുവൻ അധികാരങ്ങളും തന്നിലേക്ക് വരാനുള്ള കാരണം? അങ്ങനെ ഷിയ ഹാങ് ആലോചിക്കുമ്പോൾ ഷിയ ഹാങ്ങിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. കോളിലെ നമ്പർ കണ്ട ഷിയ ഹാങ് ഞെട്ടലോടുകൂടി ഫോൺ എടുത്തു. മറുഭാഗത്ത് സാക്ഷൽ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിയ, ഇപ്പോ താങ്കളാണല്ലോ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഷിയ ഹാങ് ബാധ്യസ്ഥനാണ്. സാർ, അങ്ങേക്ക് എന്താണ് അറിയേണ്ടത്? അങ്ങ് ചോദിച്ചോളൂ. ഏയ് ഷിയ ഹാങ്, മുൻ പ്രസിഡന്റ് ക്യൂഷനൻ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പൈറോയിലെ മാർഷൽ ആർട്സ് ആർട്ടിസ്റ്റുകളുടെ റിസോഴ്സസിന്റെ 99% നിങ്ങൾ ജിങ്ദു മാർഷൽ ആർട്സുകാർ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ക്യൂഷൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഷിയ ഹാങ്ങിന് എന്താ പറയാനുള്ളത്? സാർ, ദയവായി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. ക്യൂഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യവും എനിക്കറിയില്ല. സാർ, ഞാൻ ഇപ്പോൾ മാത്രമാണ് പ്രസിഡന്റ് കസ്റ്റഡിയിലേക്ക് എത്തിയത്. ഷിയ ഹാങ്, വെറുതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതരുത്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ ഞാൻ ആ പബ്ലിക് മീറ്റിംഗിൽ നിങ്ങൾക്കൊരു വാർണിംഗ് നൽകിയത്. സർക്കാരിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കഴിയും എന്നതിനെക്കുറിച്ച് ഷിയ ഹാങ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സർ, ദയവായി അങ്ങ് ദേഷ്യപ്പെടരുത്. സത്യമായിട്ടും എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും പഠിക്കാം. ഷിയ ഹാങ്, എവിടെ നിങ്ങളുടെ മേലധികാരികളായ ആ 8 പേർ? സർ, ശരിക്കും എനിക്കും അറിയില്ല അവരെവിടെ പോയെന്ന്. സർ, ഞാൻ യഥാർത്ഥത്തിൽ അവരെ കണ്ടിട്ട് പോലുമില്ല. അവരെക്കുറിച്ച് അധികം വിവരങ്ങൾ എനിക്ക് അറിയില്ല സർ. അവരുടെ വോയിസ് മാത്രമാണ് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാവുന്നത്. ഷിയ ഹാങ്, കളി എന്നോട് വേണ്ട. വിത്തിൻ ഡേയ്സ് റിസോഴ്സസ് പങ്കുവയ്ക്കാനുള്ള തീരുമാനം ജിങ്ദു മാർഷൽ ആർട്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി ഇടപെടും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞതും ഷിയ ഹാങ് ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു, സർ, അങ്ങ് പറയുമ്പോൾ ഞാൻ ചെയ്യാം. ഞാൻ എത്രയും പെട്ടെന്ന് റിസോഴ്സസ് സാധാരണ ആളുകളുമായി പങ്കുവയ്ക്കാനുള്ള നടപടിയെടുക്കാം. ഷിയ ഹാങ്, നിന്നോടുള്ള അടുപ്പം കൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് സമയം നൽകാം. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഗവൺമെന്റിന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ജനറൽ സെക്രട്ടറി ലീപ്പിംഗ് ഫോൺ കട്ട് ചെയ്തു. ശരിക്കും ജനറൽ സെക്രട്ടറി ഷിയ ഹാങ്ങിനെ അധികം ബുദ്ധിമുട്ടിക്കിരിക്കാൻ വേണ്ടിയാണ് ആ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തത്. ഫോൺ കട്ടായപ്പോൾ ശരിക്കും ഷിയ ഹാങ്ങിന് ഒരു ആശ്വാസമാണ് അനുഭവപ്പെട്ടത്. ഷിയ ഹാങ് ശരിക്കും ഒന്ന് പതറിയിരുന്നു. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ വാനുമായി തിരിച്ച് ഗ്രീൻ മൂൺ വില്ലിൽ എത്തിക്കഴിഞ്ഞു. ഗ്രീൻ മൂൺ വില്ലിൽ എത്തിയ മാർക്ക് ഫെല്ലർ ആ വില്ലിൽ നിന്ന് ഇറങ്ങി ചുറ്റുമുള്ള റോഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. മാർക്ക് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാർക്കിന്റെ ദൗത്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ 2 ഡെഡ് ബോഡികളെയും ആക്ടിവേറ്റ് ചെയ്തെടുത്താൽ അവരെ ഉപയോഗിച്ച് എമിലി ബ്ലാക്കിനെ മോചിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു മാർക്കിന്റെ വിശ്വാസം. പക്ഷേ മാർക്കിന് അതിന് പറ്റിയില്ല. മാർക്ക് അവരുമായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് കടന്നു കയറിയപ്പോൾ അവിടെ എമിലി ബ്ലാക്ക് ഇല്ല. എമിലിയെ മറ്റെങ്ങോട്ടോ മാറ്റിയിരിക്കുകയാണ്. എവിടെയാണ് എമിലി അവർ കൊണ്ടുപോയത്? അതാണ് മാർക്കിന് ഇതുവരെ അറിയാത്ത കാര്യം. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു ശബ്ദം, ഏയ് മാർക്ക്, എന്താ ഇങ്ങനെ നടക്കുന്നത്? ശബ്ദം കേട്ട മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് മാർക്കിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന സൂക്യുനെയാണ്. സൂക്യുനൻ മാർക്കിന്റെ മുന്നിൽ വന്ന കാര്യം മാർക്ക് അറിഞ്ഞതുപോലുമില്ല. മാർക്ക് എമിലിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വേറെ ആരെയും കാണാതെ പോയത്. മാർക്ക് സൂക്യുനെ നോക്കിയതും സൂക്യുനൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പറഞ്ഞ കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സൂക്യുനൻ, എമിലി എവിടെയാ ഉള്ളത്? മാർക്ക്, ഈ റോഡിൽ നിന്നാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ സൂക്യുനൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ സൂക്യുനൊപ്പം മുന്നോട്ട് നടന്ന് റോഡ് വശത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ ഒരു ഒഴിഞ്ഞ കോണിലുള്ള ടേബിളിൽ അവർ ചായക്ക് ഓർഡർ ചെയ്ത് ചായ വരുത്തുന്നവരെ സൂക്യുനൻ ഒരു കാര്യവും സംസാരിച്ചില്ല. ചായ കുടിച്ചു തുടങ്ങിയതും അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിങ്ങൾ എപ്പോഴെങ്കിലും മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൂക്യുനൻ, മിസ്റ്റിക് വേൾഡോ? അതെന്താണ്? ഞാൻ ആദ്യമായിട്ട് അത്തരൊരു പദം കേൾക്കുന്നത്. മാർക്ക്, ഈ ഭൂമിയിൽ സാധാരണ ആളുകൾക്ക് കാണാൻ കഴിയാത്ത ചില സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് ഈ മിസ്റ്റിക് വേൾഡ് എന്ന് വിളിക്കുക.
ഹേയ് സ്യൂക്കിനൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? മാർക്ക്, ഞാൻ പറയുന്നത് വാസ്തവമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് നിങ്ങളുടെ എമിലി ബ്ലാക്ക് ഉള്ളത്. സ്യൂക്കിനൻ പറഞ്ഞ ആ 2 വേർഡുകളും മാർക്കിനെ ഒന്ന് കുഴപ്പിച്ചു. ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടെന്നും ആ മിസ്റ്റിക് വേൾഡിനകത്താണ് എമിലി ബ്ലാക്ക് എന്നുമാണ് സ്യൂക്കിനൻ പറഞ്ഞത്. മാർക്ക് ഒരു നിമിഷം അമ്പരപ്പോടെ സ്യൂക്കിനെ നോക്കിയിട്ട് സ്യൂക്കിനോട് പറഞ്ഞു, ഹേ നിങ്ങൾ എന്തായി പറയുന്നത്? മാന്ത്രിക ലോകത്ത് എമിലി ബ്ലാക്കോ? നിങ്ങൾ എന്താ എന്നെ കളിയാക്കാൻ ഉദ്ദേശിക്കുകയാണോ? മാർക്ക് ഫെല്ലർ, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഈ ജിങ്തു മാർഷൽസ് അസോസിയേഷന്റെ കീഴിൽ ചില മാന്ത്രിക പ്ലേസുകളുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ആ വേൾഡ് ഉണ്ടാകുക. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും, നമുക്ക് പക്ഷേ അത് അറിയാൻ പറ്റില്ല. ഏയ് സ്യൂക്കിനൻ, നിങ്ങൾ എന്തായി പറയുന്നത്? നമുക്കിടയിൽ നമ്മൾ കാണാത്ത ഒരു ലോകവും, അതൊക്കെ അസംഭവ്യമാണ്. അതൊക്കെ വലിയ കഥകളിലേ കാണത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് ആളെ കളിയാക്കുന്ന പരിപാടിയാണ്. മാർക്ക്, ഞാൻ ഹോങ്ങി സെക്ഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കാര്യം മാർക്കിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അത്തരത്തിലുള്ള മിസ്റ്റിക് വേൾഡിൽ പോയിട്ടുണ്ട്. സ്യൂക്കിനൻ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്ത് ശരിക്കൊരു അത്ഭുതം. ഏയ് സ്യൂക്കിനൻ, താങ്കൾ പറയുന്നത് ശരിയാണോ? മാർക്ക്, ഇക്കാര്യത്തിൽ ഞാനെന്തിന് മാർക്കിനോട് കള്ളം പറയണം? ഹോങ്ങി സെക്ഷന് മിസ്റ്റിക് വേൾഡ് ഉണ്ട്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഞാൻ കയറിയിട്ടുമുണ്ട്. ആ മിസ്റ്റിക് വേൾഡിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ അങ്ങനെ ഒരു വേൾഡ് ഉള്ള കാര്യം അറിയത്തില്ല. എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം മാർക്കിനോട് പറയുന്നത്. ജിങ്തു മാർഷൽസ് അസോസിയേഷന്റെ കീഴിൽ അങ്ങനെയുള്ള മിസ്റ്റിക് വേൾഡ് ഉണ്ട്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് സാക്ഷാൽ എമിലി ബ്ലാക്ക് ഉണ്ട്. മാർക്ക്, പ്രിസണകത്ത് കയറി എമിലിയെ രക്ഷിക്കുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവർ അവിടെ നിന്ന് എമിലിയെ ആ മിസ്റ്റിക് വേൾഡിലേക്ക് മാറ്റിയതാകാനാണ് സാധ്യത. സ്യൂക്കിനൻ പറയുന്ന കാര്യം കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ മാർക്കിനുണ്ട്. മിസ്റ്റിക് വേൾഡ് എന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് മാർക്ക് കേൾക്കുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറിയിൽ ഇതുവരെ തിരഞ്ഞിട്ടുമില്ല. അങ്ങനെ തിരയേണ്ട ഒരു ആവശ്യവും മാർക്കിന് ഉണ്ടായില്ല എന്നതാണ് സത്യം. മാർക്ക് സ്യൂക്കിനോട് പറഞ്ഞു, എന്തോ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മാർക്ക് എന്നോടൊപ്പം വന്നാൽ ഞാൻ മിസ്റ്റിക് വേൾഡിലേക്ക് മാർക്കിനെ കൊണ്ടുപോവാം. ഞാൻ ഹോങ്ങി സെക്ഷന്റെ മിസ്റ്റിക് വേൾഡിൽ മാർക്കിനെ കയറി നോക്കാം. മാർക്കിന് അപ്പോൾ വിശ്വാസം വരും. ഒരു വല്ലാത്ത ഇൻവിറ്റേഷനാണ് സ്യൂക്കിനൻ മാർക്കിനെ കൊടുത്തിരിക്കുന്നത്. സ്യൂക്കിനന്റെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ മാർക്ക് അല്പനേരം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം സ്യൂക്കിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ മറുപടി ഒന്നും പറയുന്നില്ല, പിന്നീട് ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ സ്യൂക്കിന്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരിച്ച് ഗ്രീൻമൂൺ വില്ലയിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ആ കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. സ്യൂക്കിനൻ പറഞ്ഞ കാര്യം ശരിയാകുമോ? അങ്ങനെ ഒരു മിസ്റ്റിക് വേൾഡ് യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ? ഹോങ്ങി സെക്ഷന് ഒരു മിസ്റ്റിക് വേൾഡ് സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരെക്കാൾ വളരെ വളരെ ശക്തരായ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന് അത്തരത്തിലൊരു വേൾഡ് സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചിന്ത മാർക്കിന് ഉണ്ടായപ്പോഴേക്കും മാർക്ക് ഗ്രീൻമൂൺ വില്ലയിൽ മടങ്ങി എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് മാർക്ക് ഫോൺ എടുത്തു. മാർക്ക് ഷിയാക് ഹാങ്ങിനെയാണ് വിളിച്ചത്. മാർക്കിന്റെ കോൾ വരുന്ന കണ്ടതും ഷിയാക് ഹാങ് ഫോൺ എടുത്തു. ഫോൺ എടുത്തതും ഷിയാക് ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ മാർക്കിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു. ഷിയ, എന്തിനാ എന്നെ വിളിക്കണമെന്ന് വിചാരിച്ച്? മാർക്ക്, ഞാനാണ് ഇപ്പോൾ ഈ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. ഇപ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിച്ചത്. ഏയ് ഷിയാക് ഹാങ്, അതൊരു നല്ല കാര്യമാണല്ലോ. കൺഗ്രാറ്റുലേഷൻ. മാർക്ക്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്ത് കാര്യം? മാർക്ക്, നേരത്തെ ഞങ്ങള് ഒരു മാർഷൽ ആർട്സ് അക്കാഡമി തുടങ്ങാൻ ശ്രമിച്ച കാര്യം മാർക്കിന് അറിയാമല്ലോ. ആ അക്കാഡമി അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് വീണ്ടും തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഷിയാക് ഹാങ് പറഞ്ഞതും മറുഭാഗത്ത് പൂർണ്ണ നിശബ്ദതയായി. മാർക്ക് ഫെല്ലർ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഷിയാക് ഹാങ് പറയുന്നത് കേട്ടിരിക്കുകയാണ്. മാർക്കിന്റെ നിശബ്ദത തിരിച്ചറിഞ്ഞ ഷിയാക് ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, തെറ്റിദ്ധരിക്കരുത്. ഇതിനകത്തേക്ക് എമിലി ബ്ലാക്കിനെ ഞാൻ വലിച്ചുകൊണ്ടിരുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. ശരിക്കും ഞാൻ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പരിശീലിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഈ പൈറോയിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാർക്ക് ഫെല്ലർക്ക് ആ മാർഷൽ ആർട്സ് അക്കാഡമിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക പരസ്യമായിട്ട് എമിലി ബ്ലാക്കിന്റെ രക്തമൂറ്റാൻ ക്യൂഷനെ കൂട്ടിന് ശ്രമിച്ച ആ രംഗമാണ്. ആ രംഗം കണ്ട നിമിഷത്ത് തന്നെ ക്യൂഷനെ അവസാനിപ്പിക്കാൻ മാർക്ക് മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. അതേ അക്കാഡമി വീണ്ടും തുറക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അതുകൊണ്ടാണ് മാർക്ക് നിശബ്ദനായത്. മാർക്കിന്റെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് മാർക്ക്
ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, ഷിയ, ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. മാർക്ക്, അതാ ഞാനും ആലോചിച്ചത്. മാർക്ക് എന്തോ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത്, എനിക്ക് മനസ്സിലായി. എന്താ മാർക്ക് അറിയേണ്ടത്? ഷിയ, ഈ ജിങ്ദു മാർഷൽ അസോസിയേഷന് മിസ്റ്റിക് വേൾഡ് സ്വന്തമായിട്ടുണ്ടോ? മാർക്ക് ഇതെങ്ങനെ അറിഞ്ഞേ? ഷിയ ഹാങ്ങിന്റെ മറുപടി ഫോണിന്റെ മറുതലക്കിലുള്ള മാർക്കിനെയാണ് ശരിക്കും അമ്പരപ്പിച്ചത്. ശരിക്കും അമ്പരപ്പോടു കൂടിയാണ് ഷിയ ഹാങ് ആ ചോദ്യം ചോദിച്ചെങ്കിലും ഷിയ ഹാങ്ങിന്റെ ചോദ്യത്തിനകത്ത് ഒരു ഉത്തരം കിടപ്പുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് മിസ്റ്റിക് വേൾഡ് സ്വന്തമായിട്ടുണ്ട്, ഒരു മാന്ത്രിക ലോകം. ആ കാര്യം കൺഫേം ആയതും മാർക്ക് ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, ഷിയ ഹാങ്, നിങ്ങളിപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലേ? നിങ്ങൾക്കപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് എവിടെയൊക്കെയാണ് മിസ്റ്റിക് വേൾഡ് ഉള്ളതെന്ന് അറിയാൻ പറ്റുമല്ലോ? മാർക്ക്, ഞാനിപ്പോൾ പ്രസിഡന്റ് ആയതേ ഉള്ളൂ, പക്ഷെ ഉറപ്പായും മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഷിയ, നിങ്ങൾ വിചാരിച്ചാൽ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കയറാൻ പറ്റില്ലേ? മാർക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഈ വേൾഡ് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉറപ്പായും ഞാനത് കണ്ടുപിടിക്കുകയും അതിനകത്തേക്ക് കയറുകയും ചെയ്യും. എനിക്ക് അക്കാഡമി തുടങ്ങാൻ പറ്റിയാൽ അതുവഴി ഹയറപ്സിനെ സ്വാധീനിച്ച് ഈ മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഷിയ ഹാങ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഷിയ ഹാങ്ങിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത മാർക്ക് ഫെല്ലർ ഉടൻ തന്നെ സ്യൂക്കുനെ വിളിച്ചു. ഫോൺ കണക്ട് ആയതും സ്യൂക്കുനോട് മാർക്ക് പറഞ്ഞു, സ്യൂക്കുൻ, നീ പറഞ്ഞ ആ ഓഫർ ഞാൻ ഏറ്റെടുക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ മിസ്റ്റിക് വേൾഡ് ഒന്ന് കാണണം. മാർക്ക്, ഉറപ്പായി ഞാൻ കാണിക്കാം. മാർക്ക് ഒരു കാര്യം ചെയ്താൽ മതി, കാൻ സിറ്റിയിൽ നിന്ന് ക്യൂങ് സിറ്റിയിലേക്ക് വാ. ക്യൂങ് സിറ്റി എയർപോർട്ടിൽ മാർക്കിനകത്ത് ഞാൻ ഉണ്ടാവും. അത്രയും പറഞ്ഞിട്ട് സ്യൂക്കിനൻ ചോദിച്ചു, മാർക്ക് എന്നാ വരിക? സ്യൂക്കിനൻ, ഞാൻ ഇന്ന് തന്നെ യാത്ര തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം അവിടെ എത്താൻ പറ്റുമല്ലോ? ഓക്കെ മാർക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂങ് സിറ്റിയിൽ നാളെ വൈകിട്ട് കാണാം. മാർക്ക് ഫെല്ലർ പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ ക്യൂങ് സിറ്റിയിലെ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. ഒരു ദീർഘദൂര യാത്രയുടെ ഒടുവിലാണ് മാർക്ക് ക്യൂങ് സിറ്റിയിൽ എത്തിയത്. ഒരു കൂറ്റൻ എയർപോർട്ടാണ് ക്യൂങ് സിറ്റിയിലത്. പക്ഷെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിനകത്തേക്ക് മാർക്ക് കയറി വരുമ്പോൾ മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ ആളില്ലാത്ത അവസ്ഥയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ എയർപോർട്ടിലുള്ളത്. മാർക്കിന്റെ ഫ്ലൈറ്റ് ആ ക്യൂങ് സിറ്റിയിൽ വന്നപ്പോഴും മാർക്ക് അത് ശ്രദ്ധിച്ചിരുന്നു. അതിൽ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എയർപോർട്ടിന് പുറത്തും അവസ്ഥ അതുപോലെ തന്നെയാണ്, ഒരു നിർജീവ അവസ്ഥ. എയർപോർട്ടിൽ ആ സമയത്ത് വന്ന പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ കൊണ്ടുപോകാനായി 3 നില വാഹനങ്ങൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൂറ്റൻ എയർപോർട്ടാണെങ്കിലും ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ആ എയർപോർട്ടിൽ വരുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം മാർക്കിനെ തേടി വന്നു. മാർക്ക് എത്തിയോ? ശബ്ദം കേട്ട് മാർക്ക് നോക്കുമ്പോൾ സ്യൂക്കുനാണ്. സ്യൂക്കുനെ കണ്ടതും മാർക്ക് മിസ് സൂവിനോട് ചോദിച്ചു, അല്ല, എന്താ ഈ എയർപോർട്ടൊക്കെ ഇങ്ങനെ ആയിപ്പോയ? യാത്രക്കാരൊന്നും ഇല്ലേ ഇവിടെ? മാർക്ക്, അതൊക്കെ ഒരു വലിയ കഥയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ഒന്നിച്ച് സ്യൂക്കുനൻ പുറത്തേക്ക് നടക്കുകയാണ്. നടക്കുന്നതിനിടയിൽ സ്യൂക്കുനൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ എയർപോർട്ട് ശരിക്കും നല്ല തിരക്കുള്ള ഒരു എയർപോർട്ടായിരുന്നു. അതൊക്കെ പണ്ടാണ്. പക്ഷെ എപ്പോഴോ ഈ എയർപോർട്ടിലേക്കുള്ള ആളുകളുടെ വരവങ്ങ് കുറഞ്ഞു. അതിന്റെ കാരണം ഈ ക്യൂങ് സിറ്റിയിലെ പൊതുവായ അവസ്ഥയാണ്. അങ്ങനെ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും സ്യൂക്കിനും അവളുടെ കാറിനടുത്തെത്തി. അവളുടെ കാറല്ലാതെ വേറെ വാഹനങ്ങളൊന്നും ആ സമയത്ത് അവിടെ ഇല്ലാന്ന് തന്നെ പറയാം. മാർക്ക് സ്യൂക്കിനിന്റെ കാറിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു. അവര് ടൗണിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടൗണിൽ തെനിയും തെറിച്ചും മാത്രം ചില വാഹനങ്ങൾ പോകുന്ന കാണാം. ശരിക്കും തിരക്ക് കുറഞ്ഞ ഒരു ടൗൺ. എന്നാൽ അതേ സമയത്ത് വളരെ വിശാലമായ വീതിയാണ് അവിടെ ഉള്ളത്. റോഡിന്റെ വശത്തൊക്കെ കടകളൊക്കെ ഉണ്ട്, പക്ഷെ കടകളിലും ആളുകൾ വളരെ കുറവും. ഒരു നിർജീവമായ ടൗണിന്റെ സകല ലക്ഷണവും അവിടെ കാണാം. അത് കേട്ടപ്പോൾ മാർക്ക് സ്യൂക്കിനോട് ചോദിച്ചു, അല്ല മിസ് സു, എന്താ സംഭവം? എന്താ ഈ ടൗൺ ഇങ്ങനെ ആയിപ്പോയത്? കണ്ടിട്ട് ഇതൊരു വലിയ ടൗൺ ആയിരുന്ന സകല ലക്ഷണവുമുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു അനക്കവുമില്ല. മാർക്ക്, പണ്ട് ഈ ടൗണിൽ ഒരുപാട് ആളുകളൊക്കെ വരുമായിരുന്നു, പക്ഷേ എപ്പോഴോ അതിൽ മാറ്റം വന്നു. മിസ്സു, അതെങ്ങനെയാ മാറിയത്? മാർക്ക്, ഈ ടൗണിൽ ഒരു സെക്ഷൻ മാസ്റ്റർ ഹുവാൻ എത്തിയോടു കൂടിയാണ് മാറ്റം ഉണ്ടായത്. ഹുവാനോ? സെക്ഷൻ മാസ്റ്ററോ? എന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല. പുള്ളി ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഞങ്ങൾ ഈ ഹോമിംഗ് സെക്ഷനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. സൂക്കുരൻ അങ്ങനെ പറയുമ്പോഴേക്കും അവിടെ വാഹനം ഒരു തെരുവിൻ്റെ അറ്റത്തെത്തി. അവിടെ വാഹനം അവൾ പാർക്ക് ചെയ്തതും
മാർക്കും സ്യൂക്കുനും കൂടി പുറത്തിറങ്ങി. വാഹനം പാർക്ക് ചെയ്തിട്ട് മാർക്ക് ഫെല്ലറേയും കൊണ്ട് സ്യൂക്കുനും നടന്നെത്തിയത് ശരിക്കും ലൈവായിട്ടുള്ള ഒരു തെരുവിലേക്കാണ്. നേരത്തെ ടൗണിൽ കണ്ട ഒരു കാഴ്ചയല്ല ഇപ്പൊ ആ തെരുവിൽ കാണുന്നത്. അവിടെ നല്ല തിരക്കുണ്ട്. ശരിക്കും ഒരു ഭക്ഷണം വിൽക്കുന്ന തെരുവിലാണ് അത് എത്തിയിരിക്കുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും സ്നാക്ക് ബാറുകളും രണ്ട് ഭാഗത്തുമായി അങ്ങനെ നിരന്നു കിടക്കുന്ന ഒരു വലിയ തെരുവ്. ആളുകൾ വരികയും റെസ്റ്റോറൻറ്റിൽ കയറുകയും സ്നാക്സിൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇഷ്ടംപോലെ കാണാം. മാർക്ക് ഫെല്ലറേയും കൊണ്ട് സ്യൂക്കുനൻ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ഒരു ടേബിളിനടുത്ത് അവർ ഇരിപ്പുറപ്പിച്ചു. സ്യൂക്കുനൻ ചായക്ക് ഓർഡർ ചെയ്തും ചായ എത്തി. സ്യൂക്കുനൻ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ മാർക്കുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് സ്യൂക്കുനൻ പറയുന്നത് കേട്ട് ആ ചായ കയ്യിലെടുത്തു. ആ ചായ മാർക്ക് ഇങ്ങനെ കുടിച്ചു തുടങ്ങിയപ്പോൾ മാർക്കിന് എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. സ്യൂക്കുനൻ ആ ചായ എന്നെടുത്ത് കുടിച്ച്. അത് കേട്ടതും സ്യൂക്കുനൻ ചായ എടുത്ത് കുടിച്ചു. സ്യൂക്കുനൻ ചായ കുടിക്കുന്ന കേട്ടതും മാർക്ക് സ്യൂക്കുനൻ ചോദിച്ചു, മിസ്സു നിനക്ക് ചായക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു രുചിയുണ്ട്, ശരിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്യൂക്കുനൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർ സ്യൂക്കുനൻ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ചായ കുടിച്ചു. മാർക്കിന് ആ ചായയിൽ കൃത്യമായിട്ടും സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാർക്കസ് കൂടിയായ സ്യൂക്കുനന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. സ്യൂക്കുനെ പോലുള്ള ആളുകൾക്ക് മാർക്കസ് ആണെങ്കിൽ പോലും സ്പിരിച്വൽ എനർജി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മാർക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. മാർക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട്, മാർക്കിന്റെ കൾട്ടിവേഷൻ മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടും മാർക്കിന് സ്പിരിച്വൽ എനർജി എളുപ്പം തിരിച്ചറിയാം. പക്ഷെ മറ്റ് മാർഷൽ ആർട്ടിസ്റ്റുകളൊക്കെയും അങ്ങനെ സ്പിരിച്വൽ എനർജി തിരിച്ചറിയുന്ന ആളുകളല്ല. ശരിക്കും ഉന്മേഷം കിട്ടുന്ന ആഹാര സാധനം, ഉന്മേഷം കിട്ടുന്ന ചായ, ഉന്മേഷം കിട്ടുന്ന വെജിറ്റബിൾസ്, ഉന്മേഷം കിട്ടുന്ന ഹെർബ്സ്, ഉന്മേഷം കിട്ടുന്ന വെള്ളം, അങ്ങനെയൊക്കെയാണ് അവർ സാധാരണഗതിയിൽ സ്പിരിച്വൽ എനർജി ഉള്ള സാധനങ്ങളെ വിലയിരുത്തി പറയുക. യഥാർത്ഥത്തിൽ അവിടെയെല്ലാം സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യം അവരാരും പറയാറേയില്ല. അവർക്ക് ആ വേർഡ് അറിയില്ല എന്നതാണ് സത്യം. മാർക്ക് അത് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കേസാണ്. മാർക്ക് ആ ചായ കുടിക്കുമ്പോൾ മാർക്കിന് ശരിക്കും ഉന്മേഷം തോന്നുന്നുണ്ട്. നല്ല തിക്കായിട്ട് സ്പിരിച്വൽ എനർജി അനുഭവപ്പെടുന്ന ഒരു ചായയാണ് മാർക്ക് കുടിച്ചത്. ആ ചായ കുടിച്ചിട്ട് മാർക്ക് സ്യൂക്കുനുമായി പുറത്തിറങ്ങി. മാർക്ക് ഫെല്ലർ സ്യൂക്കുനുമായി ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്തുള്ള സ്റ്റാളുകളിലേക്ക് സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ സ്നാക്സ് ഒന്ന് ശ്രദ്ധിച്ചു. ആ സ്നാക്സിലും ശരിക്കും സ്പിരിച്വൽ എനർജി അനുഭവപ്പെടുകയാണ്. നേരത്തെ ചായ കുടിച്ചപ്പോൾ ചായയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോൾ മാർക്ക് വിചാരിച്ചത് ശരിക്കും സ്പിരിച്വൽ എനർജി ഉള്ള തേയില ഉപയോഗിച്ച് ചായ ഉണ്ടാക്കിയത് കൊണ്ടാകാം മാർക്കിന് അത് അനുഭവപ്പെട്ടെന്നാണ്. പക്ഷെ തൊട്ടടുത്ത കടയിലെ സ്നാക്സിലും മാർക്ക് സ്പിരിച്വൽ എനർജി കാണുകയാണ്. സംശയം തോന്നിയ മാർക്ക് സ്യൂക്കുനോട് കുറച്ച് സ്നാക്സ് വാങ്ങാൻ ആവശ്യപ്പെട്ടു. മാർക്കും സ്യൂക്കുനും കൂടി ആ സ്നാക്സും കഴിച്ച് പതുക്കെ ആ തെരുവിലൂടെ അങ്ങനെ നടക്കുകയാണ്. സ്നാക്സ് കഴിച്ച് തെരുവിലൂടെ നടക്കുന്ന അനവധി ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വരുന്ന ഒരു തെരുവാണ്. സകല ആളുകൾക്കും അവിടെ വന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കുമ്പോൾ നല്ല ഉന്മേഷം ഫീൽ ചെയ്യുന്നതുകൊണ്ട് ആ ക്യൂങ് സിറ്റിയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകി വരുന്നതാണ്. അതേസമയത്ത് ക്യൂങ് സിറ്റിയിലെ ടൗൺ ഏതാണ്ട് നിർജ്ജീവാവസ്ഥയിലുമാണ്. വെറൈറ്റി ഓഫ് ഫുഡ് സ്റ്റാളുകളാണ് ഉള്ളത്. മാർക്ക് ആ സ്നാക്സ് കഴിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന് എല്ലാ കടകളിലും ആ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ സ്യൂക്കുനന് അത് അനുഭവപ്പെടുന്ന ഒരു ഭാവവുമില്ല. മാർക്ക് ആ സ്പിരിച്വൽ എനർജി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് അങ്ങനെ നടക്കുകയാണ്. ഏകദേശം ഒരു 7-8 മിനിറ്റ് മാർക്കും സ്യൂക്കുനും കൂടി നടന്നു കാണും. കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുന്ന മാർക്കിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് നല്ല പൊക്കമുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും എങ്ങനെ അയാൾ മാർക്കിന്റെ മുന്നിലേക്ക് വന്നു എന്ന് സ്യൂക്കുനും കണ്ടില്ല, മാർക്ക് കണ്ടില്ല. അയാൾ മാർക്കിന്റെ മുന്നിൽ വന്നതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ. ശബ്ദം കേട്ട സ്യൂക്കുനൻ മുന്നിലേക്ക് നോക്കുമ്പോൾ നല്ല പൊക്കമുള്ള ആ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ കണ്ടതും സ്യൂക്കുനൻ അയാളോട് ചോദിച്ചു, ഹലോ മിസ്റ്റർ ഹുയാൻ ഫെങ്, താങ്കളെന്താ ഇവിടെ? മിസ് സു, ഞാൻ ഈ മാർക്കിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് എന്നെ അറിയൂ? മാർക്ക് അയാളുടെ ആ ചോദ്യം ചോദിച്ചതും ഹുയാൻ ഫെങ് എന്ന് വിളിക്കപ്പെട്ട കക്ഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നിന്നെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ദിവസവും വരുന്നതല്ലേ, അതുകൊണ്ട് നിന്നെ അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ഭയങ്കര ശക്തനാണെന്നൊക്കെയാണല്ലോ സകലരും പറയുന്നത്. എനിക്ക് നിന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
ആളുകൾ വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ സത്യം. ഈ സമയത്ത് കടയിലൊക്കെ നിൽക്കുന്ന പലരും ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്. ഏകദേശം 7 അടിയോളം പൊക്കമുള്ള ഹുയാൻ ഫെങ് ആ തെരുവിൽ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ എന്തായാലും എല്ലാവരുടെ ശ്രദ്ധയിൽ അത് പെടും. ഹുയാൻ ഫെങ് അയാൾ കൈ വിടർത്തിയപ്പോൾ അയാളുടെ ചുറ്റും ഒരു ഓറ ഓട്ടോമാറ്റിക്കായി ഉണ്ടാവുകയാണ്. താൻ ശക്തനാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ ഹുയാൻ ഫെങ്ങിന് ഒരു ആഗ്രഹമുണ്ട്. അത് കണ്ടതും മിസ് സൂക്കുനൻ ഹുയാൻ ഫെങ്ങിനോട് പറഞ്ഞു, ഹേയ് മിസ്റ്റർ ഹുയാൻ, താങ്കൾ എന്തായി കാണിക്കുന്നത്? മാർക്ക് എൻ്റെ സുഹൃത്താണ്. മിസ് സു, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹുയാൻ അവന് നീളമുള്ള കൈ നീട്ടി ഒരു ഒറ്റയിടി. ശരിക്കും അവൻ്റെ കൈ അതിശക്തമായി മുന്നോട്ട് വരുമ്പോൾ ഒരു കാറ്റ് സ്വാഭാവികമായി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ കാറ്റ് മാർക്കിന്റെ പുറകെ നിൽക്കുന്ന ആളുകളെ തെറിപ്പിച്ചു തന്നെ പറയാം. അത്ര ശക്തമായ കാറ്റ് വീശിയത്. ആ കാറ്റ് മാർക്കിന്റെ ബോഡിക്ക് നേരെ വന്നതും മാർക്ക് ഫെല്ലർ വലത് കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കൈയിലെ ഗോൾഡൻ പ്രകാശം ഹുയാന്റെ കയ്യിൽ നിന്ന് വന്ന ആ കാറ്റിനെ അങ്ങ് തടുത്തു. ഹുയാൻ ഒത്തിരി പുറകോട്ടങ്ങ് തെറിക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലർ ഹുയാന്റെ തൊട്ടടുത്തെത്തി. മാർക്ക് കൈയൊന്ന് ഉയർത്തിയതും ഹുയാന്റെ ഷോൾഡറിന് മുകളിൽ അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. മാർക്കിനേക്കാൾ നല്ല പൊക്കമുള്ള കക്ഷിയടി ഹുയാൻ. എന്നിട്ടും അതിശക്തമായ പ്രഷർ ഹുയാന്റെ തോളിന് മുകളിൽ അനുഭവപ്പെട്ടതും ഹുയാൻ ശരിക്കും ഒന്ന് താഴോട്ട് കുനിഞ്ഞുണങ്ങി. മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ മാർക്കിന്റെ കൈ അവന്റെ തുടയിലേക്കൊന്ന് ചൂണ്ടി. ആ നിമിഷത്തിൽ അതിന്റെ ഫലമായിട്ട് അവന്റെ തുടയിൽ ക്ലിങ് എന്ന ശബ്ദം കേട്ടു. അവന്റെ ആ 2 തുടയിലും മാർക്കിന്റെ കൈ എന്നുള്ള പ്രകാശം പതിച്ചതും അവിടെ ചെറിയൊരു പൊട്ടലുണ്ടായി. മാർക്ക് മനഃപൂർവ്വം അവന് ഒരു പരിക്ക് മാത്രം ഏൽപ്പിച്ചതാണ്. അവൻ ആ തുടയിൽ പ്രകാശം ഇടിച്ചതും മുട്ടിടിച്ച് താഴേക്ക് വീണു. അവൻ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ കൈ ഉയർത്താൻ പറ്റുന്നില്ല. അതിശക്തമായ ഒരു പ്രഷർ അവന് മുകളിൽ അനുഭവപ്പെടുകയാണ്. മാർക്ക് അവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ഹുയാൻ, നീ എനിക്ക് തരമല്ല, നീ പൊയ്ക്കോ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഹുയാന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷർ അങ്ങ് മാറി. ശരിക്കും മുണ്ടി ഹുയാൻ എണീറ്റ് ഒരൊറ്റ ഓട്ടം. ഹുയാൻ ഫെങ് മുണ്ടി ഓടിപ്പോണ കണ്ടതും മിസ് സു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ മാസ്റ്റർ ഹുയാന്റെ മകനാണ്. അയാള് ഒരു കുഴപ്പക്കാരനാണ്. അയാളാണ് ഈ സിറ്റിയുടെ ഈ നിർഭാഗ്യത്തിന് കാരണമെന്നാണ് ഞങ്ങളുടെ ഹോങ്കി സെക്ഷൻകാർ കണ്ടെത്തിയിരിക്കുന്നത്. അയാളെ പിണക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ഏയ് മിസ് സു, അത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മുന്നോട്ട് നടക്കാം. മാർക്ക് ഫെല്ലറും സെക്ഷൻ മാസ്റ്റർ ഹുവാന്റെ മകനും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായത് ആ തെരുവിലുള്ള പലരും കണ്ടു. അവരൊക്കെ കൗതുകത്തോടെ സൂക്കുനെയും മാർക്ക് ഫെല്ലറെ അങ്ങ് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അങ്ങോട്ട് നടക്കുകയാണ്. മാർക്ക് ഇപ്പോ ഒരു കാഴ്ച തൊട്ടു മുന്നിൽ കാണുന്നുണ്ട്. ശരിക്കും മാർക്കിന്റെ ഡിവൈൻ സെൻസിലൂടെയാണ് മാർക്ക് ആ കാഴ്ച കാണുന്നത്. മാർക്ക് ആ തെരുവിലൂടെ മുന്നോട്ട് നടന്നു വരുമ്പോൾ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം കൂടി വരികയാണ്. പക്ഷെ ആ സാന്നിധ്യം മാർക്കിനൊപ്പം നടക്കുന്ന സ്യൂക്കുനിന് അവിടെ മനസ്സിലായിട്ടില്ല. മാർക്ക് ആ സ്പിരിച്വൽ എനർജിയെ ശരിക്കും അനലൈസ് ചെയ്തപ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകുന്ന പോലെ ഒരു ഫീല് മാർക്കിനുണ്ടായി. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന മറ്റൊരു ഫീൽ. എന്തായാലും ഒരു പാത്ത് മാർക്ക് ഐഡന്റിഫൈ ചെയ്തു എന്നർത്ഥം. ആ പാത്ത് ഇനി സ്പിരിച്വൽ എനർജിയുടെ പ്രഭവ കേന്ദ്രമായിരിക്കും. അങ്ങനെ തോന്നിയ മാർക്ക് ആ പാത്തിന്റെ ദിശ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. മാർക്ക് ഫെല്ലർക്കൊപ്പം മാർക്കിനോട് സംസാരിച്ച് നടക്കുകയാണ് ഇപ്പോൾ സ്യൂക്കുനൻ. പല കാര്യങ്ങളും അത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരുന്ന സ്യൂക്കുനൻ മാർക്ക് നിന്നപ്പോൾ മാർക്കിനൊപ്പം നിൽക്കുകയാണ്. മാർക്കിനൊപ്പം നിന്ന സ്യൂക്കുനൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. മാർക്ക് എത്തി നിൽക്കുന്ന സ്ഥലം അവളെ തെല്ലെന്നല്ല അമ്പരപ്പിച്ചത്. മാർക്ക് എങ്ങനെ ഇവിടെ എത്തിയത്? ആ ചോദ്യം സ്യൂക്കുനൻ ചോദിച്ചപ്പോൾ മാർക്കിന് തൊട്ടു മുന്നിൽ ശൂന്യതയിൽ പെട്ടെന്ന് ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം പെട്ടെന്നൊരു വാതിലായി മാറി. ആ വാതിലിലൂടെ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലർ സ്യൂക്കുനുമായി എത്തിയത് ഹോങ്കി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന് മുന്നിലാണ്. മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ കണ്ടുപിടിക്കാൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും പറ്റത്തില്ല. സ്യൂക്കുനൻ അവിടെ അനവധി തവണ വന്നിട്ടുള്ളത് കൊണ്ട് അവൾക്ക് ആ സ്ഥലം അറിയാവുന്നുള്ളത് കൊണ്ടും അവൾ അവിടെ എത്തും. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ മാർക്കിനെ അവിടെ എത്തിച്ചതല്ല, മാർക്കാണ് സ്യൂക്കുനെ അവിടെ എത്തിച്ചത്. അതാണ് സ്യൂക്കുനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്.
സ്യൂക്കിനൻ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറെയും വാതിൽ തുറന്ന് പുറത്തു വന്ന ആളെയും ഒന്ന് നോക്കിയതും വാതിൽ വഴി പുറത്തു വന്ന ആള് സ്യൂക്കിനോട് ചോദിച്ചു, ഹേയ് മിസ് യു, നീ കൃത്യമായി ഇവിടെ ഇയാളെ കൊണ്ടുവന്നല്ലേ? അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചതും സ്യൂക്കിനൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഏയ് ബ്രദർ ഷാൻ, ഞാനല്ല യഥാർത്ഥത്തിൽ. ഹേയ് സ്യൂ, നീ അല്ലാതെ പിന്നെ ആരാ എന്ന് പറഞ്ഞിട്ട് അയാൾ മാർക്ക് ഫെല്ലറെ നോക്കി. ഓ, ഇതാണല്ലേ ആ മാർക്ക് ഫെല്ലർ. മാർക്ക്, നീ വലിയ കുഴപ്പക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഞങ്ങളുടെ ആളുകളെയൊക്കെ കൊന്ന വ്യക്തിയാണല്ലേ? മാർക്ക്, ഞങ്ങളുടെ ആളുകളെ കൊല്ലുന്നതിന്റെ ഫലം എന്താണെന്ന് എനിക്കറിയാവൂ. അങ്ങനെ ചോദിച്ചുകൊണ്ട് ബ്രദർ ഷാൻ എന്ന് സ്യൂക്കിനൻ വിളിച്ച ആ വ്യക്തി മാർക്കിനെ അധിക്ഷേപിച്ച് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയാണ്. അല്പനേരം അവന്റെ സംഭാഷണം കേട്ടുന്ന മാർക്ക് ഫെല്ലർ അവനോട് ചോദിച്ചു, നോക്ക്, ഞാനും നീയും തമ്മിൽ ഒരു പരിചയവുമില്ലാത്ത എന്നെ ഈ ശൈലിയിൽ അധിക്ഷേപിക്കാൻ നിനക്ക് എന്താണ് അധികാരം? അത് കേട്ടതും ബ്രദർ ഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഈ ഹോങ്ങി സെക്ഷന്റെ ആളാണ്. ഞങ്ങൾ ഹോങ്ങി സെക്ഷൻകാർക്ക് നിന്നെ അധിക്ഷേപിക്കാനുള്ള അധികാരമുണ്ടെന്ന് അങ്ങ് കൂട്ടിക്കും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ സ്യൂക്കിനു നേരെ തിരിഞ്ഞു. മിസ് സ്യൂ, എന്താ ഇത്? നിങ്ങൾ ഹോങ്ങി സെക്ഷൻകാർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാൻ ഞാനായിട്ട് അനുവാദം ചോദിച്ചതല്ല, നിങ്ങൾ എന്നെ ഇവിടേക്ക് കൂട്ടിയതാണ്. എന്നിട്ട് ഈ ശൈലിയിലാണോ പെരുമാറുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് നടന്നു തുടങ്ങി. ശരിക്കും സ്യൂക്കിനൻ ഒരു വല്ലാത്ത അവസ്ഥയിലായി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്രദർ ഷാൻ അവളെയും മാർക്ക് ഫെല്ലറെയും ഇൻവൈറ്റ് ചെയ്യാനായി അവിടെ ടീ സ്റ്റാൾ വരുമെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. ടീ കുടിച്ചു കഴിഞ്ഞപ്പോൾ മാർക്ക് അവളുമായി പുറത്തിറങ്ങിയതാണ്. നടന്ന് അവസാനം മാർക്ക് ഫെല്ലർ അവളുമായി എത്തിയത് ആ മിസ്റ്റിക് വേൾഡിന്റെ മുന്നിലാണ്. പക്ഷെ അതിന് മുന്നിൽ വെച്ച് ബ്രദർ ഷാനും മാർക്ക് തമ്മിൽ ഇതാ ഉരസിയിരിക്കുകയാണ്. നടന്നു പോകുന്ന മാർക്ക് ഫെല്ലറെ നോക്കി സ്യൂക്കിനൻ ബ്രദർ ഷാനോട് പറഞ്ഞു, ബ്രദർ എന്താ ഇത്? അങ്ങനെ പറഞ്ഞിട്ട് അവൾ അതിവേഗം ഓടി മാർക്കിനടുത്തെത്തി. മാർക്ക്, സോറി, സത്യമായിട്ടും ഞാൻ ക്ഷമ ചോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. മാർക്ക്, സോറി, സത്യമായിട്ടും സോറി. ഏയ് സ്യൂക്കിനൻ, വിട്ടേക്ക്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാർക്ക്, സത്യമായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതാണ്. ബ്രദർ ഷാൻ ഈ സിസ്റ്റത്തിൽ അത്ര പ്രധാനപ്പെട്ട ആളൊന്നുമല്ല. വേറെ ആളുകളാണ് മാർക്കിനെ ക്ഷണിച്ചത്. അവർ ഉറപ്പായും മാർക്കിന് വേണ്ട പരിഗണന നൽകും. അങ്ങനെ സ്യൂക്കിനൻ പറഞ്ഞതും മാർക്ക് സ്യൂക്കിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഹോട്ടൽ മുറിയെടുക്കാം. നീ പറഞ്ഞ പോലെ അവരാരെങ്കിലും വരട്ടെ, വന്ന് ശരിയായ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മിസ്റ്റിക് വേൾഡ് കാണാൻ വരുന്നുള്ളൂ. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കും സ്യൂക്കിനും കൂടി ഒരു ഹോട്ടലിലെത്തി. അവിടെ ഇഷ്ടംപോലെ മുറികളുണ്ട്. അവിടെ ആ ഹോട്ടലിൽ മാർക്ക് തങ്ങുമ്പോൾ ആ രാത്രിയിൽ മാർക്കിന് ഒരു കോള് വന്നു. കോള് വിളിച്ചത് ഷിയ ഹാങ് ആണ്. മാർക്ക്, ഞാൻ പറഞ്ഞതുപോലെ അക്കാഡമി തുടങ്ങാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഞാനത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. മാർക്ക്, ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ഈ ന്യൂസ് സർവീസിലെ യങ്സ്റ്റേഴ്സ് ഒക്കെ അക്കാഡമിയിൽ അംഗങ്ങളാകുന്നുണ്ട്. മാർക്കിന് അംഗമാകാൻ താല്പര്യമുണ്ട്. അത് കേട്ടതും മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിയ, എനിക്ക് ആ ചെറുപ്പക്കാരെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്കൊക്കെ ഭയങ്കര ജാടയാണ്. അവരോടൊപ്പം ഞാനും കൂടി കൂടിയാൽ അത് ശരിയാവില്ല. നേരത്തെ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനുള്ള ആ ദ്വീപിന് മുകളിൽ ക്യാപ്റ്റൻ യാൻ ഗസ്മാൻ ഒന്നിച്ച് മാർക്ക് ഫെല്ലർ അവർക്കൊപ്പം പരിശീലനത്തിൽ എത്തിയപ്പോൾ അവരുടെ ആ പെരുമാറ്റം മാർക്കിനെ അങ്ങോട്ട് സൂചിച്ചിരുന്നില്ല. ആ ഓർമ്മയിലാണ് മാർക്ക് ഷിയ ഹാങ്ങിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഷിയ ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ന്യൂസിലസിലെ സാധാരണ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ലൈബ്രറി അല്ലേ മാർക്കിന് അറിയാവൂ? എന്നാൽ ആ ലൈബ്രറി ഇല്ലാത്തതും അമൂല്യങ്ങളുമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ഈ ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ലൈബ്രറിയിലുണ്ട്. മാർക്ക് ഈ അക്കാഡമിയിൽ അംഗമായാൽ മാർക്കിന് ആ ലൈബ്രറി ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടതും മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചു. ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷൻ ശരിക്കും ആ രാജ്യത്തിലെ മുഴുവൻ മാർഷൽ ആർട്സിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. അവരുടെ കയ്യിൽ പലതും ഉണ്ടാകും. ലൈബ്രറിയിൽ പരതിയാൽ പല കാര്യങ്ങളും അറിയാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം മാർക്കിന് തോന്നിയതും മാർക്ക് ഷിയ ഹാങ്ങിനോട് മാർക്കിന്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഷിയ ഹാങ് മാർക്കിന്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്തു.
പിറ്റേന്ന് നേരെ പിറന്നപ്പോൾ മാർക്കും സൂക്കരനും കൂടി താഴെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴാണ് അവരെ കാണാനായി രണ്ടാളുകൾ എത്തിയത്. വന്ന ആളെ കണ്ടതും സൂക്കരൻ ചാടി എണീറ്റ് മാർക്കിന് ആ ആളെ പരിചയപ്പെടുത്തി. മാർക്ക്, ഇതാണ് നിങ്കാൻ, ഞങ്ങളുടെ ലീഡറാണ്. നിങ്കാൻ മാർക്കിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി കേട്ടോ, ഇന്നലെ മിസ്റ്റർ ബദർഷാൻ അങ്ങനെ പെരുമാറിയതിൽ സത്യമായിട്ടും എനിക്ക് വിഷമമുണ്ട്. ഞാൻ സൂക്കരൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഇപ്പോഴോ? മാർക്ക് അങ്ങനെ ചോദിച്ചതും നിങ്കാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതെ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അതിരാവിലെ തന്നെ മാർക്ക് ഫെല്ലറും സൂക്കരനും നിങ്കാനും കൂടെ വന്ന ആളുമായിട്ട് അവർ ആ മിസ്റ്റിക് വേൾഡുള്ള ഭാഗത്തേക്ക് തിരിച്ചു. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് നിങ്കാൻ അവരെയും കൊണ്ട് കയറുമ്പോൾ മാർക്കിന് ശരിക്കും ഒരു അമ്പരപ്പാണ് അനുഭവപ്പെട്ടത്. ആ മിസ്റ്റിക് വേൾഡിന്റെ ഭാഗത്ത് നിങ്കാൻ എത്തി കൈ ഒന്ന് ഉയർത്തി എന്തോ മന്ത്രം ചൊല്ലിയപ്പോഴാണ് അവിടെ ഒരു വാതിൽ തുറന്നത്. ആ വാതിൽ വഴി മാർക്കും കൂട്ടരും അകത്തേക്ക് കടന്നതും ആ വാതിലേക്ക് അടഞ്ഞു. ആ വാതിലിനകത്ത് തികച്ചും അത്ഭുതകരമായ ഒരു ലോകമാണ് മാർക്ക് ആ നിമിഷത്തിൽ കണ്ടത്. ഒരു വലിയ ലോകമൊന്നും അല്ലെങ്കിലും ശരിക്കും പുറത്തുള്ള ലോകത്തെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുള്ളൊരു ലോകം. സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമാണ് അതിൽ ഏറ്റവും പ്രധാനം. ശരിക്കും പച്ചപ്പുള്ള വളരെ മനോഹരമായ വിഷ്വലുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് മാർക്കും കൂട്ടരും കടന്നിരിക്കുന്നത്. മാർക്കിനെയും കൊണ്ട് നിങ്കാൻ നടന്നെത്തിയത് വിശാലമായ ഒരു ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിലേക്ക് മാർക്ക് കടക്കുമ്പോൾ അവിടെ അനവധി ആളുകൾ ഇരിക്കുന്നത് മാർക്കിന് കാണാം. മാർക്ക് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ ശരീരത്തിലെ ഓറയാണ്. ശരിക്കും അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും ആളുകളെ കൊല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മാർക്കിന് തോന്നി. മാർക്കിനെ കൊല്ലാനുള്ള ദേഷ്യം അവർക്കുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒരാളോട് എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ അത് പ്രതിഫലിക്കും. അതിൻ്റെ ഫലമായി ഒരു കില്ലിംഗ് ഓറ നമുക്ക് ചുറ്റുമായി ഉണ്ടാകും. അത്തരത്തിലുള്ള ഓറ അവിടെ ഇരിക്കുന്ന ആ 10 പേരുടെയും ബോഡിക്ക് ചുറ്റും ഉണ്ടായത് മാർക്കിനെ ശ്രദ്ധയപ്പെടുകയാണ്. ആ കാര്യം മാർക്കിനെ ശ്രദ്ധയപ്പെട്ടതും മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. മാർക്ക് ഫെല്ലർ, നിന്നെ കാണണമെന്ന് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ ലേശം പ്രായമുള്ള ഒരു വ്യക്തിയാണ് മാർക്കിനോട് സംസാരിക്കുന്നത്. മാർക്ക്, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അയാളുടെ ചോദ്യം കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ആരാ നിങ്ങൾ? മാർക്ക്, നീ എൻ്റെ പേര് ഉപയോഗിച്ച് കുറെ കളിച്ചതാണല്ലേ? ഞാൻ നിങ്ങളുടെ പേര് ഉപയോഗിച്ചെന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക്, നീ എന്താ പൊട്ടൻ കളിക്കുകയാണോ? നീ എൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് ന്യൂസ് അറസ്റ്റിൽ പല കാര്യങ്ങളും ചെയ്തത് ഞാൻ അറിഞ്ഞില്ല എന്നാണോ നീ കരുതുന്നത്? അയാൾ അങ്ങനെ ചോദിച്ചതും മാർക്ക് കൗതുകത്തോടെ അയാളെ നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, ഹലോ, നിങ്ങളാണോ ആൻസിസ്റ്റർ ഗുവാൻ? മാർക്ക് അയാളോട് അയാൾ ആൻസിസ്റ്റർ ഗുവാൻ ആണോ എന്ന് ചോദിച്ചതും അയാൾ മാർക്കിനോട് പറഞ്ഞു, അതെ, ഞാനാണ് ഗുവാൻ. നീ എൻ്റെ പേര് ഉപയോഗിച്ച് ആളുകളെയൊക്കെ ഭയപ്പെടുത്തിയല്ലേ? ആ കൂട്ടത്തിൽ എൻ്റെ പേര് ഉപയോഗിച്ച് നീ ആളുകളെ കൊല്ലുകയും ചെയ്തു. നീ എനിക്കുണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് എന്താണെന്ന് എനിക്കറിയാവോ? അതിന് നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന് ഉയർത്തിയതും അതിശക്തമായ ഒരു പ്രകാശം മാർക്കിന്റെ നെറ്റിക്ക് നേരെ പാഞ്ഞു വന്നു. ആ പ്രകാശം മാർക്കിന്റെ നെറ്റിക്ക് നേരെ പാഞ്ഞു വന്നതും മാർക്ക് പെട്ടെന്ന് മാറി. മാർക്കിന്റെ ആ റിഫ്ലക്ഷൻ ശരിക്കും ക്യുക്കായതുകൊണ്ട് ആ പ്രകാശം മാർക്കിന്റെ നെറ്റിൽ ഇടിക്കാതെ പോയി. ഒഴിഞ്ഞു മാറിയ മാർക്ക് അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ എന്നെ കൊല്ലാൻ പോവുകയാണോ? മാർക്ക് ഫെല്ലർ, നിന്നെ കൊല്ലേണ്ടതാണ്. നീ എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുമ്പോൾ എനിക്ക് പ്രതികരിക്കണ്ടേ? മിസ്റ്റർ ഗുവാൻ, നിങ്ങൾ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയുന്നത് എന്നോട് ചോദിച്ചിട്ടല്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും നിങ്കാൻ ആ വിഷയത്തേക്ക് ഇടപെട്ടു. ആൻസിസ്റ്റർ ഗുവാൻ, പ്ലീസ് കൂൾ ഡൗൺ. മാർക്ക് ഫെല്ലർ നമ്മുടെ അതിഥിയാണ്. അങ്ങനെ നിങ്കാൻ പറഞ്ഞതും പെട്ടെന്ന് അവിടെ ഒരു കൂൾനെസ് ഫീൽ ചെയ്തു. മാർക്ക് ഫെല്ലറെ നിങ്ങ് ഒരു കസേരയിലേക്ക് ഇരുത്തി. എല്ലാവരും ഉപവിഷ്ടായി കഴിഞ്ഞതും മാർക്ക് നിങ്ങിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മാർക്ക്, ഞങ്ങൾക്ക് സത്യമായിട്ടും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളുടെ സംഘത്തിന്റെ ഭാഗമാകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. മിസ്റ്റർ നിങ്ക്, നിങ്ങൾ ഈ പറയുന്ന കാര്യം അങ്ങനെ അങ്ങ് നടത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. മാർക്ക് അത് പറഞ്ഞതും നിങ്ക് മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞാൻ നിങ്ങളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത്
നിങ്ങളെ സഹായിക്കാമെന്ന് ഉറപ്പിലാണ്. നിങ്ങൾക്ക് വേണ്ടത് എമിലി ബ്ലാക്ക് എവിടെ ഉണ്ടെന്നുള്ള അറിവല്ലേ? അതെ, അതാണ് എനിക്ക് വേണ്ടത്. മാർക്ക്, മിസ് സൂക്കുനൻ നിങ്ങളോട് അക്കാര്യം പറഞ്ഞു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ മിസ്റ്റിക് വേൾഡിനകത്ത് എമിലി ബ്ലാക്ക് ഉണ്ട്. പക്ഷെ ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് എമിലി രക്ഷിക്കാൻ മാർക്ക് നീ വിചാരിച്ച പറ്റില്ല. അവിടെ നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ യഥാർത്ഥത്തിൽ മാർക്കിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ഒരു മിസ്റ്റിക് വേൾഡ് ഇതുപോലെ ഉണ്ടാവും. ആ മിസ്റ്റിക് വേൾഡിനകത്ത് കയറി എമിലി ബ്ലാക്കിനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടക്കാനും അവിടെ നിന്ന് എമിലി രക്ഷിക്കാനും മാർക്കിന് ഒരു സപ്പോർട്ട് മെക്കാനിസം വേണം. ആ സപ്പോർട്ടാണ് ഹോങ്ങി സെക്ഷൻ ഇതാ മാർക്കിന് ഓഫർ ചെയ്യുന്നത്. മാർക്ക് നിങ്ങളോട് ചോദിച്ചു, സത്യമായിട്ടും നിങ്ങൾ എന്നെ എമിലി രക്ഷിക്കാൻ സഹായിക്കൂ? മാർക്ക്, അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. മാർക്ക് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ അനവധി ഇതുപോലുള്ള മിസ്റ്റിക് വേൾഡുകൾ ഉണ്ടാവും. അതിൽ ഏത് വേൾഡിൽ എമിലി ബ്ലാക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ ആ വേൾഡിൽ നിന്ന് എമിലി രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലിയാണ്. ഞങ്ങൾ അതിന് മാർക്കിനെ സഹായിക്കും. നിങ്കാൻ പറഞ്ഞ കാര്യം മാർക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. മാർക്കിന് അറിയാം, ആ മിസ്റ്റിക് വേൾഡിനകത്തുനിന്ന് മാർക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എമിലി ബ്ലാക്കിനെ രക്ഷിക്കാൻ പറ്റില്ല. ഹോങ്ങി സെക്ഷനെ പോലുള്ള ഒരു സെക്ഷന്റെ സഹായം മാർക്കിന് അക്കാര്യത്തിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. മാർക്ക് നിങ്കാൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് നിങ്കാനോട് പറഞ്ഞു, ഓക്കെ, എമിലി രക്ഷിക്കുന്ന കേസിൽ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കണ്ടീഷനും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ടതും നിങ്ങ് ചാടി എണീറ്റ് ഓടി വന്ന് മാർക്കിന്റെ കൈപിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്തു. മാർക്ക്, താങ്ക് യു. താങ്കളെപ്പോലുള്ള ഒരാള് ഞങ്ങളുടെ പാർട്ടാകുന്നത് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മാർക്ക്, ബ്രദർ ഷാൻ താങ്കളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ബ്രദർ ഷാന്റെ സ്വന്തം സഹോദരനെ നിങ്ങൾ കൊന്നിരുന്നു. സ്വാഭാവികമായിട്ടും അവന് നിങ്ങളൊരു ദേഷ്യം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെയൊക്കെ ബോഡിയിൽ ഒരു കില്ലിംഗ് ഓറ രൂപപ്പെട്ടത് മാർക്കിന്റെ ശ്രദ്ധയിൽ പെട്ടുകയാണ്. അവർക്ക് മാർക്കിനോടൊരു ദേഷ്യമുണ്ട്. അതിന്റെ കാരണം മാർക്കിന് അറിയാമല്ലോ, ഞങ്ങളുടെ ഹോങ്ങി സെക്ഷനുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആളുകളെയാണ് മാർക്ക് കൊന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്ന ആളെ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരും. മാർക്കിന് കാര്യം മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്കാൻ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞപ്പോൾ മാർക്കിന് അതിനകത്ത് പിന്നെ അവിശ്വാസവും തോന്നിയില്ല. മാർക്ക് നിങ്ങളോട് ചോദിച്ചു, അല്ല, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ആലോചിച്ചത്. നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആദ്യത്തെ സമയത്ത് തന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. റിസോഴ്സസ് അത് എത്ര വേണമെങ്കിലും ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതേ മാർക്ക്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ കൾട്ടിവേഷൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും ഉണ്ട്. മിസ്റ്റർ നിങ്ക്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കൾട്ടിവേഷൻ റിസോഴ്സസും എനിക്ക് ഉപയോഗപ്പെടില്ല. എനിക്ക് നിങ്ങളുടെ ശേഖരത്തിൽ നിന്ന് 10,000 വർഷം ആയുസ്സുള്ള ഒരു ഹെർബ് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻസ് ഞാൻ അംഗീകരിക്കാം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ആൻസസ്റ്റർ ഗുവാൻ ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്തായി ചോദിക്കുന്നതെന്ന് അറിയാവോ? 10,000 ഇയർ ഓൾഡ് ഹെർബ്സോ? അതെന്താ എളുപ്പം കിട്ടുന്നൊരു സാധനമാണോ? അതൊന്നും അങ്ങനെ എളുപ്പം എടുത്തു നൽകാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ആൻസസ്റ്റർ ഗുവാൻ പറഞ്ഞതും നിങ്കാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് എന്നൊക്കെ പറയുമ്പോൾ മാർക്ക് വിചാരിക്കുന്ന പോലെ എളുപ്പം സംഘടിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ മാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഒന്നിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ വ്യക്തി ആ മുറിയിൽ നിന്ന് അകത്തേക്ക് നടന്നു. അയാൾ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോർ വഴി നിങ്കാൻ നടന്നെത്തിയത് ഒരു വിശാലമായ മുറിയിലേക്കാണ്. അവിടെ ഒരു കസേരയിൽ ആചാരബാഹുവായ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ പൂർണ്ണമായും കറുത്ത വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്. അയാളുടെ മുന്നിലേക്ക് എത്തിയ നിങ്കാൻ അയാളോട് പറഞ്ഞു, ഞാൻ മാർക്ക് ഫെല്ലറുടെ ഒരു ഡിമാൻഡ് ചർച്ച ചെയ്യാനാണ് വന്നത്. എന്താ അവൻ്റെ ഡിമാൻഡ്? നല്ല മുഴക്കമുള്ള ശബ്ദത്തിൽ ആ കറുത്ത വസ്ത്രധാരി അങ്ങനെ ചോദിച്ചതും നിങ്കാൻ പറഞ്ഞു, അവൻ ചോദിക്കുന്നത് 10,000 ഇയർ ഓൾഡ് ഹെർബ്സാണ്. നിങ്കാൻ പറഞ്ഞു കേട്ടപ്പോൾ ആ കറുത്ത വസ്ത്രധാരി ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അതിനുശേഷം അയാൾ നിങ്കാനോട് പറഞ്ഞു, നിങ്ക്, അവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവനെ നിരാശരാക്കാനും പറ്റില്ല. നമുക്ക് അവൻ വേണം.
സാർ, അപ്പോ നമ്മൾ അവന് 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് കൊടുക്കൂല എന്ന് പറയട്ടെ? ഏയ്, അത് പറയരുത്. അവനെ ഉപയോഗിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. സർ, എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏയ് നിങ്ക്, നീ എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനാണ് മാർക്കുമായി ടൈപ്പ് ഉണ്ടാക്കുന്നത്? ഇല്ല, മാർക്ക് നമ്മുടെ ഈ സമൂഹത്തിന്റെ പാർട്ടായാൽ നല്ലതല്ലേ? ഹേയ് നിങ്ക്, നമ്മൾ അവനെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പാർട്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരൊറ്റ ആവശ്യത്തിനാണ്. സാർ, എനിക്ക് മനസ്സിലായില്ല. നിങ്ക്, നമുക്ക് വേണ്ടത് മാർക്ക് ഫെല്ലർ അല്ല, നമുക്ക് വേണ്ടത് എമിലി ബ്ലാക്ക് ആണ്. സാർ എന്താ പറയുന്നത്? ഏയ് നിങ്ക്, നമ്മൾ ഈ പൈറോയിൽ ഇവിടെ ഈ ചെറിയ സിറ്റിയിൽ ഒളിവിൽ കഴിയേണ്ട ആളുകളാണോ? പൈറോയ്ക്ക് പുറത്ത് പല രാജ്യങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ഒളിവ് കേന്ദ്രങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ഒളിവിലാണ് കഴിയുന്നത്. എത്ര നാളുകൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒളിവിൽ കഴിയുക? നമുക്ക് പുറത്തു വരട്ടെ. പുറത്തു വരണമെങ്കിൽ നമ്മൾ ശക്തരാകണം. ശക്തരായാലേ നമുക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ പോലും പരാജയപ്പെടുത്താൻ പറ്റും. സാർ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏയ് നിങ്ക്, നമുക്ക് എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാൻ പറ്റിയാൽ അവളെ ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെക്ഷനായി മാറാൻ പറ്റും. എമിലിയെ സ്വന്തമാക്കാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാർക്കിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലാണ് എമിലി ബ്ലാക്ക് ഉള്ളത്. സർ, അങ്ങല്ലേ എന്നോട് പറഞ്ഞത് എമിലി മിസ്റ്റിക് വേൾഡിനകത്തുണ്ടെന്ന്? ഹേ നിങ്ക്, ഞാനത് വെറുതെ ഊഹിച്ചു പറഞ്ഞല്ലേ. അപ്പോൾ ഏത് മിസ്റ്റിക് വേൾഡിലാണ് ഉള്ളതെന്ന് അങ്ങക്ക് അറിയില്ലേ? എനിക്കെങ്ങനെ അറിയാനാ? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ഒരുപാട് മിസ്റ്റിക് വേൾഡുകളുണ്ട്. ഏതോ ഒരു മിസ്റ്റിക് വേൾഡിൽ അവൾ ഉണ്ടാകുമെന്നുള്ള എൻ്റെ ഒരു ഊഹമാണ്. അത് ശരിയാകാനാണ് സാധ്യത. ആ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് നിങ്കാൻ സൂക്കുനോട് പറഞ്ഞത്. സൂക്കുനൻ അതാണ് മാർക്കുമായി പങ്കുവച്ചത്. ഇപ്പോ നിങ്കാൻ അറിയുന്നു ആ മനുഷ്യൻ ഊഹിച്ചു പറഞ്ഞാണെന്ന്. എമിലി ബ്ലാക്ക് എവിടെയാണ് ഉള്ളതെന്ന് ശരിക്കും അയാൾക്ക് അറിയത്തില്ല. സാർ, അങ്ങ് എന്തായി പറഞ്ഞു വരുന്നത്? ഏയ് നിങ്കാൻ, എമിലി എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് മാർക്കിനെ ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കണം. എന്തായാലും മിസ്റ്റിക് വേൾഡിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ഊഹം പങ്കുവച്ചത്. ഇപ്പോൾ നിങ്കാന് കഥ ഏതാണ്ട് മനസ്സിലായി. അത് മനസ്സിലായതും ആ മനുഷ്യനോട് യാത്ര പറഞ്ഞ് അവൻ പൂമുഖത്തേക്ക് വന്നു. അവിടെ മാർക്ക് ഫെല്ലറുണ്ട്. മാർക്ക് ഫെല്ലറോടായി നിങ്കാൻ പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ നാളെ തന്നെ മാർക്കിന് ഒരു ആൻസർ നൽകാം. അങ്ങനെ നിങ്കാൻ പറഞ്ഞതും മാർക്ക് അവരോട് യാത്ര പറഞ്ഞ് സൂക്കുനുമായി ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തെത്തി. മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ മാർക്ക് ഫെല്ലർ സൂക്കുനോട് ചോദിച്ചു, അല്ല സൂക്കുനൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മാർക്ക് ചോദിച്ചു, മിസ്സു ഈ ഹോങ്ങി സെക്ഷനിൽ ബന്ധപ്പെട്ടിട്ട് എത്ര നാളാവും? മാർക്ക്, ഞാനൊരു 3 കൊല്ലമായി ഇവരുമായി കണക്റ്റഡാണ്. അല്ല മാർക്ക്, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ ഹോങ്ങി സെക്ഷന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് സൂന് എന്തൊക്കെ അറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. അവൾ 3 വർഷം കൊണ്ട് ഹോങ്ങി സെക്ഷനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു തുടങ്ങി. രണ്ടുപേരോട് സംസാരിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സൂക്കുനൻ മാർക്കിനോട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഈ ക്വിങ് സിറ്റി മുഴുവൻ ഒന്ന് കാണാം. അങ്ങനെ സൂക്കുനൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ സൂക്കുനൊപ്പം അവരുടെ കാറിൽ ആ ക്വിങ് സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങി. വളരെ വിശാലമായ ഒരു ടൗൺ ആയിരുന്നു. ആ ടൗണിൽ ഇപ്പോൾ ആളുകൾ കുറച്ചേ താമസിക്കുന്നുള്ളൂ. അതിന്റെ കാരണം ആ നഗരത്തിന്റെ ഫോർച്യൂൺ നഷ്ടമായതാണെന്നാണ് സൂക്കുനൻ പറയുന്നത്. എന്താണ് ഫോർച്യൂൺ എന്നോ എന്താണ് നഷ്ടമായെന്നോ അവൾക്കറിയത്തില്ല. ആളുകൾ പറഞ്ഞുള്ള അറിവാണ് അവൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും സൂക്കുനനും മാർക്കും കൂടി ഏകദേശം രാത്രി ആകാറായപ്പോഴാണ് ഹോട്ടലിലേക്ക് മടങ്ങി വന്നത്. മാർക്ക് ആ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പതുക്കെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് നടന്നെത്തിയത് ഒരു മലയുടെ മുകളിലേക്കാണ്. നേരത്തെ യാത്ര ചെയ്യുന്നതിനിടയിൽ ആ മല മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് ഒറ്റയ്ക്ക് ആ മലയുടെ മുകളിലേക്ക് വന്നത്. ഇപ്പോൾ മാർക്കിന് ശരിക്കും ഒരു മിഡിൽ ലെവൽ മാർക്കസായി ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷെ മാർക്ക് ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുകയാണ്. മാർക്ക് ആ മലയിലേക്ക് എത്തി ചുറ്റുമൊന്ന് നിരീക്ഷിക്കുമ്പോൾ മാർക്കിന് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു തുടങ്ങി. എന്തോ ഒരു പെയിൻ മാർക്കിന്റെ ഉള്ളിൽ അനുഭവപ്പെടുകയാണ്. എന്താണ് പെയിൻ എന്ന് മാർക്കിനും അറിയത്തില്ല. സൂചി കൊണ്ട് കുത്തും പോലെ ചെറിയൊരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അനുഭവപ്പെട്ടതും മാർക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. പിറ്റേന്ന് മാർക്ക് ഫെല്ലറും സൂക്കുനും കൂടി രാവിലെ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അന്ന് നിങ്കാൻ
ഉറപ്പായിട്ടും ഒരു ഡിസിഷൻ പറയാൻ സാധ്യതയുണ്ടെന്ന് സ്യൂക്കിനിൽ പറഞ്ഞതുകൊണ്ടാണ് മാർക്ക് സ്യൂക്കിനൊപ്പം ആ റെസ്റ്റോറൻറ്റിൽ എത്തിയത്. മാർക്ക് 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് അവരോട് ചോദിച്ചിരിക്കുകയാണ്. അതിന് ഒരു ഉത്തരം നിങ്ങാൻ പറയേണ്ടതുണ്ട്. ആ മറുപടിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ഇപ്പോൾ ആ കിങ് സിറ്റിയിൽ കാത്തിരിക്കുന്നത്. മാർക്ക് ആ റെസ്റ്റോറൻറ്റിൽ സ്യൂക്കിൻ്റെ അടുത്തിരിക്കുമ്പോൾ സ്യൂക്കിന് ചായ വരുത്തി. മാർക്ക് ആ ചായ കയ്യിലെടുത്തു. മാർക്ക് ആ ചായ പതുക്കെ സിപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തലേദിവസം ആ മലയുടെ മുകളിൽ വെച്ച് മാർക്ക് അനുഭവപ്പെട്ട അതേ ശൈലിയിൽ ചെറിയ ഒരു പെയിൻ മാർക്കിന് അനുഭവപ്പെടുകയാണ്. ഒരു സൂചി കൊണ്ട് മാർക്കിന്റെ പുറത്ത് ആരോ കുത്തുന്നത് പോലെ ഒരു പെയിനാണ് മാർക്കിന് അനുഭവപ്പെടുന്നത്. മാർക്ക് ആ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. ആ നിമിഷത്തിൽ മാർക്ക് അതിവേഗം അവിടെ നിന്ന് പുറത്തേക്ക് നീങ്ങുകയും ചെയ്തു. സ്യൂക്കിന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല. അതിനു മുമ്പ് മാർക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്ത് കടന്നിരുന്നു. മാർക്ക് ഇത് എങ്ങോട്ടാ പോയത്? അതേക്കുറിച്ച് സ്യൂക്കിനെ ആലോചിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ റെസ്റ്റോറൻറ്റ് പുറത്ത് ഒരാളുടെ മുന്നിൽ എത്തിയിരുന്നു. പെട്ടെന്ന് മാർക്കിനെ തൊട്ട് മുന്നിൽ കണ്ടതും ഹുവാൻ ഫെങ് ശരിക്കും ഞെട്ടി. ഏയ് ഹുവാൻ, നീ എന്താ ഇവിടെ? ശരിക്കും ഹുവാൻ മാർക്കിനെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അങ്ങനെ പതുങ്ങി നിൽക്കുകയായിരുന്നു. അവന്റെ സാന്നിധ്യം മാർക്കിന് അനുഭവപ്പെട്ടതുകൊണ്ടാണ് മാർക്ക് അവന്റെ അടുത്തേക്ക് വന്നത്. മാർക്ക്, ഇല്ല, ഞാൻ വെറുതെ. ഹുയാൻ ഫെങ് അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ അടുത്ത് നിന്ന് അതിവേഗം ഓടിപ്പോവുകയാണ്. ഓടുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മാർക്ക് അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് അവൻ നോക്കുന്നത്. അവൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഓടിക്കാണും. ഓടി അവൻ എത്തിയത് അവന്റെ വീട്ടിലാണ്. വീടിനകത്തേക്ക് ഓടിക്കയറിയ ഹുയാൻ ഓടിയെത്തിയത് ഒരു അടഞ്ഞ വാതിലിനടുത്താണ്. അടഞ്ഞ വാതിലിനടുത്ത് അവൻ എത്തിയതും അകത്ത് നിന്നൊരു ശബ്ദം. ഏയ് ഫെങ്, എന്തു പറ്റിയിടാ? അച്ഛാ, ഞാൻ ആ മാർക്കിനെ നിരീക്ഷിക്കായിരുന്നു. അവന്റെ അടുത്തുനിന്ന് ഞാൻ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. അച്ഛാ, അവനെ തീർക്കണോ അച്ഛാ? അവൻ ഇന്നലെ എന്നെ ശരിക്കും അപമാനിച്ചു. ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോഴാണ് അവൻ എന്നെ ക്ഷത കേൾപ്പിച്ചത്. ഏയ് ഫെങ്, നീ അത് ഇന്നലെ പറഞ്ഞതല്ലേ? ഞാൻ ഇന്നലെ മുതൽ നിനക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, അവന്റെ ശക്തി മുഴുവൻ കളഞ്ഞിട്ട് അച്ഛൻ അവനെ എനിക്ക് വിട്ടുതരണം. അവന്റെ സകലനെ കണ്ടുകൊണ്ട് നിൽക്കേ എനിക്ക് തല്ലി കൊല്ലണം. അച്ഛാ, അവന്റെ തല എനിക്ക് ചവിട്ടി ഉടയ്ക്കണം അച്ഛാ. അത് അവൻ പറഞ്ഞതും ഉറക്കെ ഒരു ശബ്ദം. കൊള്ളാമലോടോ നിന്റെ ആഗ്രഹം. ശബ്ദം കേട്ട് ഹുയാൻ ഫെങ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ അവൻ പോലും അറിയാതെ അവനെ ഫോളോ ചെയ്ത് അവന്റെ വീട്ടിലെത്തിയതാണ്. ഏ മാർക്ക്, നീ ഇതാ ഇവിടെ? അതിന് ഉത്തരം പറയാതെ മാർക്ക് അവന്റെ അടുത്തേക്ക് വന്നു. നീ എന്താ പറഞ്ഞത്? എന്നെ തല്ലിക്കൊന്ന് എന്റെ തല ചവിട്ടി പൊളിക്കുമെന്നു. അങ്ങനെ മാർക്ക് ചോദിച്ചതും ഹുയാൻ ഫെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പിന്നെ വെറുതെ. ഏയ് മിസ്റ്റർ ഫെങ്, നീ ഇപ്പൊ പറഞ്ഞ കാര്യം നിന്റെ മനസ്സിലുള്ളതല്ലേ? അങ്ങനെ മാർക്ക് ചോദിച്ചതും അകത്ത മുറിയിൽ നിന്ന് ഒരു ശബ്ദം. മാർക്ക്, എന്റെ മകനെ ഒന്നും ചെയ്യരുത്. ഓ സെക്ഷൻ മാസ്റ്റർ ഹുയാൻ, നിങ്ങൾ അകത്തുണ്ടല്ലേ? പക്ഷെ നിങ്ങളുടെ ഈ മകന്റെ ഈ രീതി ശരിയല്ലല്ലോ. അങ്ങനെ മാർക്ക് ചോദിച്ചതും ഹുയാൻ ഫെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തെങ്കിലും എന്നെ ചെയ്താൽ എന്റെ അച്ഛൻ നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ ഹുയാൻ ഫെങ് പറഞ്ഞതും മാർക്ക് ഫെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗോൾഡൻ പ്രകാശം ഹുയാൻ ഫെങ്ങിന്റെ നെറ്റിയിൽ പതിച്ചു. ശരിക്കും ഹുയാൻ ഫെങ്ങിന്റെ ആ ഡിവൈൻ സെൻസിലേക്കാണ് മാർക്കിന്റെ ആ കയ്യിൽ നിന്നുള്ള ഗോൾഡൻ പ്രകാശം പതിച്ചത്. ആ നിമിഷത്തിൽ ഹുയാൻ ഫെങ് താഴോട്ട് വീഴുകയും ചെയ്തു. ഒരു ശബ്ദത്തോടുകൂടി ഹുയാൻ ഫെങ് താഴേക്ക് വീണതും മാർക്ക് ഫെല്ലർ അവന്റെ വയറ്റിൽ നിന്ന് ആ ഗോൾഡൻ കോർ വലിച്ചിങ്ങെടുത്തു. ഗോൾഡൻ കോർ പുറത്തെടുത്ത മാർക്ക് ആ ഗോൾഡൻ കോർ മാർക്കിന്റെ ആ മാജിക് നിലവറയിലേക്ക് മാറ്റി. ആ ഗോൾഡൻ കോർ മാർക്ക് തന്റെ ആ മാജിക് നിലവറയിലേക്ക് മാറ്റിയതിനു ശേഷം ആ മുറിയിൽ തന്നെയുള്ള പ്രത്യേക വാതിലിനടുത്തേക്ക് വന്നു. കല്ലുകൊണ്ടുള്ള ഒരു വാതിലാണ് അവിടെ ഉള്ളത്. ആ വാതിലിന് അകത്താണ് സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ ഉള്ളത്. മാർക്ക് ആ വാതിലിലും തട്ടി. ഹലോ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ, വാതിൽ തുറക്ക്. ഏ മാർക്ക് ഫെല്ലർ, നീ എൻ്റെ മകൻ എന്താ ചെയ്തത്? ഹുവാന് പുറത്ത് അയാളുടെ മകന്റെ ഓറ മിസ്സായത് വേഗം മനസ്സിലായിട്ടുണ്ട്. ഏ ഹുവാൻ, നിന്റെ മോൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവനെ പിന്നെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഹുവാൻ അകത്തുനിന്ന് ഉറക്കെ പറഞ്ഞു, ഏ മാർക്ക് ഫെല്ലർ, നിന്നെ ഞാൻ അവസാനിപ്പിക്കൂടാ. അങ്ങനെ ഹുവാൻ പറഞ്ഞതും മാർക്ക്
കൈ നിവർത്തി ഒരൊറ്റ ഇടി. ആ വാതിലേക്ക് മാർക്ക് ശക്തമായി ഇടിച്ചപ്പോൾ ആ വാതിൽ ഒന്ന് അനങ്ങിയതേ ഉള്ളൂ. മറുഭാഗത്തുനിന്ന് ഉടൻ ഹുവാന്റെ ശബ്ദം കേട്ടു. മാർക്ക് ഫെല്ലർ, നീ വിചാരിക്കും പോലെ ആ വാതിൽ തകർക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ വാതിലാണ്. അത് മാത്രമല്ല, വാതിലിൽ ഞാനൊരു സ്പെല്ല് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ വാതിലിന് ചുറ്റുമായി ഒരു പ്രത്യേക തരത്തിലുള്ള മാന്ത്രിക ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സെക്ഷൻ മാസ്റ്റർ ഹുവാൻ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? മാർക്കിന്റെ കയ്യിലേക്ക് ആ ഗോൾഡൻ പ്രകാശം കൊണ്ടുവന്നു. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൈ നിവർത്തി ഒരൊറ്റ ഇടി. മാർക്കിന്റെ അതിശക്തമായ ആ പഞ്ച് ആ വാതിൽ പതിഞ്ഞതും വാതിൽ അനവധി കഷ്ണങ്ങളായി പൊളിഞ്ഞ് താഴേക്ക് വീണു. വാതിൽ പൊളിഞ്ഞു വീഴുന്ന കണ്ട സെക്ഷൻ മാസ്റ്റർ ഹുവാൻ ശരിക്കും ശബ്ദിക്കാനാവാതെ അമ്പരപ്പോടെ ആ പൊളിഞ്ഞു വീണ വാതിലൂടെ മാർക്കിനെ നോക്കി. മാർക്ക് വാതിൽ വഴി അകത്തേക്ക് കടന്നു. അതിവിശാലമായ ഒരു ഹാളിലേക്കാണ് മാർക്ക് ഫെല്ലർ കടന്നിരിക്കുന്നത്. അകത്തേക്ക് കടന്ന മാർക്ക് ഒരു നിമിഷം സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. ആ ഹാളിൽ ഇഷ്ടംപോലെ ഷെൽഫുകളാണ് ഉള്ളത്. ആ ഹാളിന് ചുറ്റുമായി ഷെൽഫുകളുണ്ട്. ആ ഷെൽഫിലൊക്കെ ജാറുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. കുഞ്ഞു ജാറുകളും വലിയ ജാറുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 10,000-കണക്കിന് ജാറുകൾ ഉണ്ടെന്ന് പറയാം. മാർക്ക് ഹുവാനോട് ചോദിച്ചു, മിസ്റ്റർ ഹുവാൻ, എന്താ ഈ ജാറിലുള്ളത്? ഇപ്പോ ശരിക്കും ഒരു ഭയം സെക്ഷൻ മാസ്റ്റർ ഹുവാനുണ്ട്. അയാൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വാതിൽ തകർക്കാൻ സാധാരണഗതിയിൽ ഒരാൾക്കും പറ്റില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാൾ യഥാർത്ഥത്തിൽ ഒരു മാർക്വിസാണ്. പക്ഷേ മാർക്ക് ഫെല്ലർ എന്ന ആ മാർക്വിസിന് മുന്നിൽ അയാൾ ഒന്നുമല്ല എന്ന് ആ വാതിൽ തകർന്നു വീണ നിമിഷത്തിലെ അയാൾക്ക് ബോധ്യമായിട്ടുണ്ട്. അയാൾ മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരമായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് പിന്നെ ഒരു പ്രത്യേക സംഭവമാണ്. പ്രത്യേക സംഭവം? എന്ത് സംഭവം? മാർക്ക്, അത് ഫോർച്യൂണാണ്. ഫോർച്യൂണോ? അതെ മാർക്ക്, ഈ നഗരത്തിന്റെ ഭാഗ്യമാണത്. മാർക്ക് ആ ക്വിൻ സിറ്റിയിലേക്ക് വന്ന നിമിഷത്തിൽ സൂക്യുനിൻ മാർക്കിനോട് പറഞ്ഞതും അതാണ്. ഒരു ഫോർച്യൂൺ ആ നഗരത്തിനുണ്ടായിരുന്നു. ആ ഫോർച്യൂൺ നഷ്ടമായതുകൊണ്ടാണ് ഇപ്പൊ ആരും ആ സിറ്റിയിലേക്ക് വരാത്തത്. ഇപ്പൊ ഇതാ ആ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ പറയുന്നു, അവിടെ ആ ജാറുകൾ ഇരിക്കുന്നത് ഫോർച്യൂൺ ആണെന്ന്. മാർക്കിനൊരു കൺഫ്യൂഷൻ. മാർക്ക് ഹുവാനോട് ചോദിച്ചു, ഫോർച്യൂണോ? അതെ മാർക്ക്, ഏതൊരു വ്യക്തിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ പോസിറ്റീവ് എനർജിയാണ് അയാളുടെ ഭാഗ്യം. അതാണ് ഈ ജാറുകളിലുള്ളത്. അപ്പോൾ നീയാണോ ഈ നഗരത്തിന്റെ നിർഭാഗ്യത്തിന് കാരണം? മാർക്ക്, ഞാൻ അങ്ങനെ നഗരത്തിലെ എല്ലാവരെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. നീ പറഞ്ഞു വരുന്നത് നീ അത്ര ശക്തരെയൊന്നും ഉപദ്രവിച്ചിട്ടില്ലെന്നാണോ? അതെ മാർക്ക്, ഞാൻ എല്ലാവരുടെയും ഫോർച്യൂൺ ഒരു പ്രത്യേക സ്പെല്ല് വഴി എൻ്റെ ഈ ജാറിലേക്ക് എത്തിക്കുന്നതാണ്. അവിടെ ആ മുറിയിൽ ഇരുന്നു കൊണ്ട് സെക്ഷൻ മാസ്റ്റർ ഹുവാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്. അയാൾ പഠിച്ചെടുത്ത ഒരു മാന്ത്രിക സ്പെല്ല് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ശരിക്കും ആളുകളുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജിയെ അയാളുടെ ആ മുറിയിലേക്ക് ഏതാണ്ട് വലിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ വലിച്ചെടുക്കപ്പെടുന്ന ആ പോസിറ്റീവ് എനർജി അയാൾ ആ ജാറുകൾ നിറച്ചു വച്ചിരിക്കുകയാണ്. ഓരോ ജാറിലും വ്യത്യസ്ത വ്യക്തികളുടെ പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. മാർക്കിന് എന്നിട്ടും സംഭവം മനസ്സിലായില്ല. മാർക്ക് അയാളോട് ചോദിച്ചു, ഓഹോ അതുകൊണ്ടാണല്ലേ നീ എൻ്റെ പുറത്തുനിന്ന് പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ ശ്രമിച്ചത്? മാർക്ക്, അത് പിന്നെ ഞാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. മാർക്കിന് തലേദിവസം മുതൽ ദേഹത്ത് ഒരു ചെറിയ പെയിൻ അനുഭവപ്പെട്ടിരുന്നു. ശരിക്കും മാർക്കിന്റെ പുറത്തുള്ള ആ പോസിറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത സെക്ഷൻ മാസ്റ്റർ ഹുവാൻ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി വലിച്ചെടുത്തപ്പോഴാണ് മാർക്കിന് ആ പെയിൻ അനുഭവപ്പെട്ടത്. ആ ക്വിൻ സിറ്റിയിൽ ആര് വന്നിറങ്ങിയാലും അവരുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ ഈ സെക്ഷൻ മാസ്റ്റർ ഹുവാന്റെ ആ പ്രത്യേക സ്പെല്ലിന് പറ്റും. അയാൾ എങ്ങനെയോ ആ സ്പെല്ല് പഠിച്ചെടുത്തതാണ്. ആ സ്പെല്ല് ഉപയോഗിച്ച് അയാൾ ഒരുപാട് ആളുകളുടെ പോസിറ്റീവ് എനർജിയെ വലിച്ചെടുത്തിരിക്കുന്നത്. ആ കാര്യം മനസ്സിലായതും മാർക്ക് ഹുവാനോട് ചോദിച്ചു, അല്ല മിസ്റ്റർ ഹുവാൻ, അങ്ങനെ പോസിറ്റീവ് എനർജി നഷ്ടമാകുന്ന ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ? മാർക്ക്, ഒരാളുടെ പോസിറ്റീവ് എനർജി നഷ്ടമാകുമ്പോൾ അയാൾ സാവധാനം
ക്ഷീണിതനാവുകയും പിന്നീട് മരണപ്പെടുകയാണ് പതിവ്. മാർക്കിനിപ്പോൾ കഥ മനസ്സിലായി. ഒരാളുടെ ശക്തി അയാൾ പോലും അറിയാതെ വലിച്ചെടുക്കുന്നു. ശക്തി ചോർന്നു പോകുന്ന ആള് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പലപ്പോഴും ആശുപത്രികളെ ശരണം പ്രാപിക്കും. ഇഷ്ടംപോലെ മരുന്ന് കഴിക്കും, ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ശക്തി നഷ്ടപ്പെട്ട ആൾക്ക് അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. എത്ര മരുന്ന് ഉപയോഗിച്ചാലും എത്ര ആഹാര സപ്ലിമെന്റുകൾ ഉപയോഗിച്ചാലും അയാളുടെ നഷ്ടപ്പെട്ടു പോയ ശക്തി അയാൾക്ക് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ അയാൾ പതുക്കെ പതുക്കെ മരണത്തിൽ വിലയം പ്രാപിക്കും. ആ ശൈലിയിൽ ആ നഗരത്തിലെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിരിക്കുന്ന ആളാണ് ഈ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ. മാർക്കിന് കഥ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി. മാർക്ക് ഒരു ജാറ് ഒന്ന് തുറന്നു. ആ ജാറ് തുറക്കുമ്പോൾ അതിനകത്ത് ശരിക്കും ശക്തമായ ഊർജത്തിന് സാന്നിധ്യമാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. അങ്ങനെ തോന്നിയതും മാർക്ക് ആ ഊർജത്തെ പതുക്കെ വലിച്ചെടുത്തു തുടങ്ങി. ശരിക്കും ബ്രീതിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മാർക്കിന് ആ ഊർജം വലിച്ചെടുക്കാൻ എളുപ്പം പറ്റി. ആ ഊർജം മാർക്ക് വലിച്ചെടുത്തു തുടങ്ങിയതും ആ ഊർജം പതുക്കെ മാർക്കിന്റെ ബോഡിയിലേക്ക് കയറുകയാണ്. സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുന്ന അതേപോലെ മാർക്കിന് ആ ജാറിനകത്തെ ആ ഊർജത്തെ വലിച്ചെടുക്കാൻ പറ്റിയപ്പോൾ മാർക്ക് ഹുവാനോട് ചോദിച്ചു, ഇത് ഏതാണ്ട് സ്പിരിച്വൽ എനർജി പോലെ ഉണ്ടല്ലോ. അതേ മാർക്ക്, സത്യത്തിൽ ഈ ഫോർച്യൂൺ എന്ന് പറഞ്ഞത് സ്പിരിച്വൽ എനർജി തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിൽ സാവധാനം ഒരു ഇന്റേണൽ എനർജി ഡെവലപ്പ് ആവും. ആ ഇന്റേണൽ എനർജിയെ മാർക്കിന്റെ പിതാവ് സ്പിരിച്വൽ എനർജി എന്നാണ് മാർക്കിനെ പരിചയപ്പെടുത്തിയത്. ആ ഇന്റേണൽ എനർജിയാണ് സത്യത്തിൽ ഇവിടെ ഹുവാൻ ആ വ്യക്തികൾ പോലും അറിയാതെ വലിച്ചെടുത്തിരിക്കുന്നത്. പതുക്കെ 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 സകലരുടെയും ഇന്റേണൽ എനർജി വലിച്ചെടുത്ത് ജാറിലേക്ക് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ അയാൾ ചെയ്തിരിക്കുന്നത്. മറ്റൊരാളുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ഈ ശൈലിയിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം മാർക്ക് ഫെല്ലർ ആദ്യമായിട്ടാണ് അറിയുന്നത്. മാർക്കിന്റെ ഹെവൻ സാലോയിങ് ടെക്നിക്കിന്റെ മറ്റൊരു വകഭേദമാണ് ഇവിടെ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മാർക്കിന് കഥ ഏതാണ്ട് മനസ്സിലായി. മാർക്ക് തുടക്കകാലത്ത് ഹെവൻ സാലോയിങ് ടെക്നിക്ക് ഉപയോഗിച്ച് അനവധി ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഇന്റേണൽ എനർജി വലിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ തലമാണ് ഇവിടെ ഹുവാൻ അനുവർത്തിച്ചിരിക്കുന്നത്. മാർക്ക് ആ ജാറുകളും നോക്കിയിട്ട് ഹുവാനോട് പറഞ്ഞു, പക്ഷെ ഹുവാൻ, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലേണ്ടതാണ്. തൽക്കാലം ഞാൻ നിങ്ങളെ വെറുതെ വിടുകയാണ്. പക്ഷെ അതിന് പ്രതിഫലമായിട്ട് ഈ ജാറുകളൊക്കെ ഞാനങ്ങ് എടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ കൈ ഒന്ന് വീശിയപ്പോൾ ആ ജാറുകൾ പതുക്കെ പറന്ന് മാർക്കിന്റെ മാതൃ നിലവറിലേക്ക് ഒന്നായി വന്ന് കയറി തുടങ്ങി. സെക്ഷൻ മാസ്റ്റർ ഹുവാൻ വാ പൊളിച്ചു നിന്ന ആ കാഴ്ച കണ്ടത് അയാൾ നോക്കി നിൽക്കേ. അയാളുടെ ഒരു ജന്മം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്ത ആ മുഴുവൻ സ്പിരിച്വൽ എനർജിയും ആ ഇന്റേണൽ എനർജിയും ഇതാ മാർക്കിന്റെ നിലവറയിലേക്ക് കയറി. മാർക്ക് ആ സ്പിരിച്വൽ എനർജി മുഴുവൻ നിലവറയിലേക്ക് മാറ്റിയതും ഹുവാനോട് പറഞ്ഞു, മിസ്റ്റർ ഹുവാൻ, താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ പുറത്തേക്ക് നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ പുറത്തേക്ക് നടന്നതും ഹുവാൻ കൈയൊന്നുയർത്തി. ഹുവാൻ കൈയൊന്നുയർത്തിയതും അയാളുടെ കയ്യിൽ ഒരു ബ്ലേഡ് പ്രത്യക്ഷപ്പെടുകയാണ്. ശരിക്കും വൃത്താകൃതിയിലുള്ള ഒരു ബ്ലേഡ്. ആ ബ്ലേഡ് അയാളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതും അയാൾ കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ ബ്ലേഡ് മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ കഴുത്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ ബ്ലേഡ് പാഞ്ഞു വന്നത്. മാർക്ക് പൊളിഞ്ഞു വീണ വാതിൽ നേരെ നടക്കുമ്പോഴാണ് ആ ബ്ലേഡ് മാർക്കിന് നേരെ പാഞ്ഞു വന്നത്. ആ ബ്ലേഡ് കൃത്യമായി മാർക്കിന്റെ കഴുത്തിന്റെ അവിടെ എത്തുകയും ചെയ്തു. പക്ഷെ ഹുവാനെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്കിന്റെ പുറത്തു തൊട്ട ബ്ലേഡ് 2 കഷ്ണമായി അങ്ങ് മുറിഞ്ഞു. ഈ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒന്ന് തിരിയുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ വാതിലിനടുത്തെത്തി തിരിയുമ്പോൾ മാർക്കിന്റെ ബോഡി തൊട്ട ബ്ലേഡ് 2 കഷ്ണമായി പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ഈ കാഴ്ച കണ്ട ഹുവാൻ ശരിക്കും അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ നോക്കിയിട്ട് മുട്ടുകുത്തി താഴെ വീണ് മാർക്കിനോട് മാപ്പ് പറഞ്ഞു. മാർക്ക്, ക്ഷമിക്കണം, ക്ഷമിക്കണം, എന്നെ ഒന്നും ചെയ്യരുത്. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ നടന്ന് ഹുവാന്റെ അടുത്തേക്ക് എത്തി. ഹുവാന്റെ തലയെ പിടിച്ച് ഉയർത്തിയ മാർക്ക് അയാളോട് ചോദിച്ചു, നീ ഇപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? മാർക്ക്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ദയവായി എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ സെക്ഷൻ മാസ്റ്റർ ഹുവാൻ പറഞ്ഞതും മാർക്കിന്റെ കൈ ഒന്ന് ഉയർന്നു താണെന്നും ഒരേ നിമിഷത്തിലാണ്. അയാൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ മാർക്ക് ഫെല്ലർ ഒറ്റയടിക്ക് ഹുവാനെ കൊന്നു. അയാളുടെ ഗോൾഡൻ ഗോറും മാർക്ക് പുറത്തെടുത്തു.
അതും മാർക്കിന്റെ ആ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. ഇപ്പോ മാർക്കിന്റെ കയ്യിൽ ഒത്തിരിയേറെ ഗോൾഡൻ കോറുകളുണ്ട്. പീക്ക് ലെവലിലുള്ള മാർക്വിസുകളുടെ അടക്കം കോറുകളാണ് മാർക്കിന്റെ കയ്യിൽ ഇരിക്കുന്നത്. അതിനു പുറമെ മാർക്കിന്റെ കയ്യിൽ ആ ഐസ് ഹാർട്ട് ഉണ്ട്. ഇപ്പൊ ഇതാ ഈ സെക്ഷൻ മാസ്റ്റർ ഹുവാന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ജാറുകളുണ്ട്. ജാറിലൊക്കെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിനു പുറമെ മാർക്കിന്റെ കയ്യിൽ ആ ശവപ്പെട്ടിയുണ്ട്. അതിൽ ഇഷ്ടംപോലെ ബ്ലാക്ക് എനർജി ഉണ്ട്. ബ്ലാക്ക് എനർജിയും അതുപോലെ ബ്രൈറ്റ് എനർജിയും ഇഷ്ടംപോലെ മാർക്കിന്റെ കൈവശമുണ്ട്. മാർക്ക് ഇപ്പോ ഏർലി സ്റ്റേജിലെ മാർക്വിസ് ആണ്, അതായത് 4th ലെവൽ മാർക്വിസ് ആണ്. മാർക്കിന് എപ്പോൾ വേണമെങ്കിലും മിഡിൽ ലെവൽ മാർക്വിസ് ആയി ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മാർക്കിന്റെ ടാർഗറ്റ് നേരിട്ട് ലേറ്റ് ലെവൽ മാർക്വിസ് ആയി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും മാർക്ക് ഒരുക്കിയിരിക്കുകയാണ്. അനുയോജ്യമായ ഒരു സന്ദർഭം കിട്ടിയാൽ ലേറ്റ് ലെവൽ മാർക്വിസ് ആയി ബ്രേക്ക് ചെയ്യണം. പക്ഷെ അതിന് പറ്റിയ സാഹചര്യം അല്ല മാർക്കിനുള്ളത്. ലേറ്റ് ലെവൽ മാർക്വിസ് ആവാൻ മാർക്ക് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുപാട് പേരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റും. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു സ്ഥലത്തിരുന്ന് വേണം മാർക്ക് ലേറ്റ് ലെവൽ മാർക്വിസ് ആയി മാറേണ്ടത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് സെക്ഷൻ മാസ്റ്റർ ഹുവാന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. മാർക്ക് ഹുവാന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതിവേഗം നടന്ന് ആ റെസ്റ്റോറൻറ്റിലേക്ക് മടങ്ങിയെത്തി. ഈ സമയത്ത് സൂക്കുനൻ ആ റെസ്റ്റോറൻറ്റ് മുഴുവൻ മാർക്കിനെ നോക്കുകയാണ്. മാർക്ക് ഇത് എങ്ങോട്ടാ പോയത്? അവൾക്കൊപ്പം ചായ കുടിക്കാനായി അവിടെ മുന്നിലിരുന്ന വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അപ്രത്യക്ഷനായത്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു കയറി വന്നു. മാർക്ക് ഇത് എവിടെ പോയതാ? ക്യുനിൻ, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അതാ ഞാൻ പുറത്തേക്ക് പോയത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്യൂക്കിന്റെ മുന്നിൽ മാർക്ക് വന്നിരുന്നു. മാർക്ക് സ്യൂക്കിനോട് സംസാരിക്കുമ്പോൾ സ്യൂക്കിൻ മാർക്കിനോട് പറഞ്ഞു, ഉറപ്പായും ഇന്ന് ഹോങ്ങിങ് സെക്ഷൻ മാർക്കിന് ആവശ്യമായ മറുപടി തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്യൂക്കിനൻ, നിനക്ക് തോന്നുന്നുണ്ടോ അവർ 10,000 year old ഹെർബ്സ് എനിക്ക് നൽകുമെന്ന്? അവർ മാർക്കിനെ ശരിക്കും വളരെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർ ആ കാര്യത്തിൽ വേണ്ടത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ സ്യൂക്കുരൻ പറഞ്ഞപ്പോൾ മാർക്കിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വന്നു. അത് ഹാൻ പാലസ് ആണ്. ഹാൻ പാലസ് ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഷിയ ഊവിന്റെ കയ്യിൽ ആ മാസ്ക് ഉള്ള കാര്യമാണ് ഹാൻ പാലസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവര് 2 തവണ ആ മാസ്കിന് വേണ്ടി ഷിയാവൂവിന്റെ അടുത്തെത്തി. ഒരു പ്രാവശ്യം ഷിയാവൂവിന്റെ വീട്ടിലും, രണ്ടാമത് മീശ ഉണ്ടാക്കിയ ആ കളത്തിലും. ഇപ്പോൾ ഷിയാവു ഉള്ളത് ഗ്രീൻമൂൺ വില്ലയിലാണ്. മാർക്ക് അവിടെ ഇല്ല എന്ന കാര്യം അറിയുന്ന ഹാൻ പാലസുകാർ ഷിയാവൂവിനെ തേടി ഗ്രീൻമൂൺ വില്ലയിൽ എത്തുമോ? അങ്ങനെ ഒരു ചിന്ത പെട്ടെന്നാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ ചിന്ത വന്നതും മാർക്ക് സൂക്കിനോട് പറഞ്ഞു, മിസ് സു, ഞാൻ എന്തായാലും ഇനി നിൽക്കുന്നില്ല. ഞാൻ അതിവേഗം മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പോയിട്ടൊരു കാര്യമുണ്ട്. മാർക്ക്, എന്തായത് ധൃതി? അവര് ഇന്ന് മറുപടി പറയും. ഓക്കെ, അവരുടെ മറുപടി എന്തായാലും നീ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇറങ്ങിയാണ്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ നിമിഷത്തിൽ സ്യൂക്കിനന്റെ ഫോൺ ശബ്ദിച്ചു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടതും അവൾ ഫോൺ എടുത്ത് അല്പനേരം ആരോട് സംസാരിച്ചു. ഫോൺ കട്ടായതും അവൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്കിന്റെ കണ്ടീഷൻ ഹോങ്ങിങ് സെക്ഷൻകാർ അംഗീകരിച്ചിരിക്കുകയാണ്. സ്യൂ, നിങ്ങൾ എന്തായി പറയുന്നത്? അവര് 10,000 year old ഹെർബ്സ് എനിക്ക് നൽകാമെന്നാ പറയുന്നത്. മാർക്ക്, അവര് ആ കണ്ടീഷനിൽ ഒരു മാറ്റം വരുത്തിയാണ് എന്നോട് പറഞ്ഞത്. എന്ത് മാറ്റം? മാർക്ക്, അവര് ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. സു, നീ കാര്യം പറയാം. മാർക്ക്, 1 മാസത്തിനുള്ളിൽ 10,000 വർഷം മുന്നേ ജനിച്ച ഒരു ഔഷധ സസ്യം വീണ്ടും ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി വരും. സൂക്കുരൻ പറയുന്ന വാചകം ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. അത് സംഭവിക്കുന്നത് പൈറോയിലെ സൗത്ത് ഈസ്റ്റിലുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലം എവിടെയാണെന്നും എന്നാണ് ആ ചെടി പൊങ്ങി വരിക എന്നും ഹോങ്ങിങ് സെക്ഷൻകാർ അറിഞ്ഞിരിക്കുകയാണ്. ആ വിവരമാണ് അവര് എന്നോട് പങ്കുവയ്ക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർക്ക് പോയി ആ ചെടി എടുക്കണമെന്നാണ് ഹോങ്ങിങ് സെക്ഷൻകാർ പറയുന്നത്. സ്യൂക്കുനൻ, നീ എന്തൊക്കെയായി പറയുന്നത്? 1 മാസം കഴിഞ്ഞ്
പൊങ്ങി വരുന്ന 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് അത് ഞാൻ ചെന്നങ്ങ് എടുക്കണം. നീ ഈ പറഞ്ഞു കേട്ടാൽ അത് എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുമല്ലോ. പക്ഷേ ഈ വിവരം നിങ്ങളുടെ ഈ ഹോങ്ങിങ് സെക്ഷൻ അറിയുന്ന പോലെ വേറെ ആളുകൾ അറിയില്ലേ? മാർക്ക് ഫെല്ലർ, അത് ഉറപ്പല്ലേ? ജിങ്ദു മാർഷൽ അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാവരും അറിയും. സകലരും മിടുക്കരായ ആളുകളെ ആ 10,000 ഇയർ ഓൾഡ് ഹെർബ്സിന് വേണ്ടി അയക്കുകയും ചെയ്യും. മാർക്കിനെയാണ് ഹോങ്ങിങ് സെക്ഷൻ അയക്കുന്നത്. പക്ഷെ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനായി ഹോങ്ങിങ് സെക്ഷന്റെ ശക്തരായ ആളുകൾ പുറകിലുണ്ടാവും. സ്യൂക്കിനോട് സംസാരിച്ച വ്യക്തി അവളുടെ പറഞ്ഞ കാര്യമാണ് അവൾ മാർക്കുമായി പങ്കുവെക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ ചെടി വീണ്ടും ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി വരാൻ പോവുകയാണ്. ആ ചെടി പൊങ്ങി വരുന്ന കാര്യം ഇപ്പോൾ ഹോങ്ങിങ് സെക്ഷൻ അറിഞ്ഞിരിക്കുന്ന പോലെ വേറെയും സെക്ഷനുകൾ അറിയും. സ്വാഭാവികമായിട്ടും അവരൊക്കെ അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളുമായി ആ സ്ഥലത്തേക്ക് വരികയും ചെയ്യും. ആ സമയത്ത് മാർക്ക് അവിടെ ചെല്ലുമ്പോൾ മാർക്കിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകാനായി ഹോങ്ങിങ് സെക്ഷന്റെ ശക്തരായ ആളുകൾ ഉണ്ടാവും. അതാണ് സ്യൂക്കുരൻ മാർക്കിനോട് പറഞ്ഞ കാര്യം. സ്യൂക്കുരൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് പെട്ടെന്ന് സ്യൂക്കുരനോട് വീണ്ടും ചോദിച്ചു, ഏയ് സ്യൂക്കുരൻ, നിനക്ക് യഥാർത്ഥത്തിൽ ഈ ഹോങ്ങിങ് സെക്ഷനെ നന്നായി അറിയാമോ? മാർക്ക് എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അവര് എന്നെ ചതിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസവും വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.